കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ഒരുമിച്ച് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപകൾ ആമേൻ പ്രാപിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. 3 ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെയും സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ വിളിച്ച് ഇപ്രകാരം മീറ്റിംഗ് തന്ന പ്രിയ അഭിഷേക് ദാസൻ, കുടുംബം, ഈ ദൈവസഭ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശേഷാൽ തിരുവചനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നമേ 1-2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ജമ്മു കാശ്മീരിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്തോത്രം. നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരിക, ദൈവപ്രവൃത്തി കാണുക. ഓരോ ആമേൻ സ്തോത്രം കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ജമ്മു കാശ്മീർ കാണുവാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു പ്രാർത്ഥനയുടെ കൂട്ടത്തെ അവിടെ ആവശ്യമുണ്ട്. വരിക. ആമേൻ. പല ഡിസ്ട്രിക്റ്റുകളിൽ പോയി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഒരു തിരുവചനം വായിക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ആമേൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവന് ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകു കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. മതി. ദൈവത്തിന് സ്തോത്രം. उल्पत्ति के पुस्तक उसके 22वें अध्याय उसका पहला वचन हमने पढ़ा है. मैं बीच में हिंदी में भी बात करेंगे. हालेलुया. जो कितने लोग हिंदी जानते हो हाथ उठाए. सभी हिंदी जानते, लेकिन मलयालम कितने लोग नहीं जानते हैं. ओके, मलयालम नहीं जानते. ओके, परमेश्वर को आशीष करे. हालेलुया. ആമേൻ. പകല സെക്ഷൻ മേ ആമേൻ ആദ്യത്തെ വിവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം നമ്മൾ കേൾക്കപ്പെട്ട തിരുവചനം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഒരു അമിത ബലം അല്ലെങ്കിൽ ഒരു അത്യന്ത ശക്തി എന്നുള്ളതിനെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കേൾക്കുകയും അത് നമ്മൾ പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 2-ാം സെക്ഷനിൽ നമ്മൾ ഇപ്രകാരമാണ് കേട്ടത്. ഈ അത്യന്ത ശക്തി കർത്താവ് പകരുന്നത് മൺകൂടാരത്തിൻ്റെ അകത്താണ്, മൺപാത്രത്തിൻ്റെ അകത്താണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ നമ്മൾ കേൾക്കപ്പെട്ടത് രാവിലെ കേൾക്കപ്പെട്ടത് പൗലോസിൻ്റെ മേൽ ആ അത്യന്ത ശക്തി വെളിപ്പെട്ടപ്പോൾ അവൻ്റെ കൈക്ക് ചുറ്റിരിക്കുന്ന അണലിയെ കുടഞ്ഞു കളഞ്ഞ് ഒരു ദേശത്തിൻ്റെ വിശ്വാസത്തെ തിരിച്ചു പിടിക്കുവാൻ പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. വൈകുന്നേരം രാത്രിയിൽ കേട്ടത് സ്തോത്രം നഷ്ടപ്പെട്ട നന്മയെ തിരിച്ചു മടക്കി വരുത്തുന്ന ദൈവത്തിന് സ്തോത്രം. അത് അഭിഷേകമാകട്ടെ, ദർശനമാകട്ടെ, വെളിപ്പാടാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, അത് സാമ്പത്തിക നന്മകളാകട്ടെ, കർത്താവ് ഇന്നലെ രാത്രിയിൽ അത് തിരിച്ചു തന്നിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? जो अभिषेक को हमने खोया है, जो दर्शन और जो सामर्थ्य को हमने खोया है, वो परमेश्वर ने दोबारा हमारे आत्मिक जीवन में वापस लौटा दिया है. कितने लोग विश्वास करते हाथ उठाकर धन्यवाद करें. हालेलुया. ആജ് ആമേൻ. ഇന്നത്തെ ദിവസം കർത്താവിനോട് സംസാരിച്ചത് ആമേൻ ഇതൊരു ആരാധനയായതുകൊണ്ട്, സൺഡേ ആരാധനയും അതുപോലെ തന്നെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന കഴിയുന്ന ദിവസമാകിയാൽ കർത്താവ് ചിലരെ തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തൊടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നും കൂടെ ദൈവത്തിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി സ്നേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. പക്ഷേ അതിൻ്റെ അകത്ത് വിജയിച്ചൊരു സ്നേഹമാണ് അബ്രഹാമിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം. എന്തുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിന് അറിയപ്പെടാൻ കാരണം ദൈവത്തെ കൂടുതലായി അബ്രഹാം സ്നേഹിച്ചു. ഈ വചനം എനിക്ക് ഈ മുഴുവൻ അധ്യായം വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വചനവും എടുത്ത് ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുന്ന 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ സ്തോത്രം, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് ആമേൻ ഇങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചു. അതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ. അതിന്റെ അകത്ത് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം കേട്ടോ. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യം, നിന്റെ മകനെ, അടുത്തത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. മതി.
ആമേൻ. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് വേണം. അത് യഹോവയായ ദൈവത്തിന് അറിയാം. നീ എന്തിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, അത് എനിക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം ആമേൻ തരത്തില്ല, പറ്റത്തില്ല എന്നൊക്കെ അബ്രഹാം പറഞ്ഞോ? അബ്രഹാം പറഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് യഹോവയായ ദൈവവും അബ്രഹാമും തമ്മിലുള്ള സ്നേഹം. രണ്ടാമത്തെ സ്നേഹം അബ്രഹാമും തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കും തമ്മിലുള്ള സ്നേഹം. രണ്ട് സ്നേഹങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് അബ്രഹാമും യഹോവയായ ദൈവവും, രണ്ട് അബ്രഹാമും ഇസ്ഹാക്കും. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഏത് സ്നേഹത്തിനാണ് അബ്രഹാം അതിപ്രാധാന്യത കൊടുത്തത്. हालेलुया। परमेश्वर के पवित्र वचन में इस प्रकार की बातों को लिखा है, हे अब्राहम तुम किससे ज्यादा प्रेम करते हैं? यहोवा परमेश्वर के साथ अब्राहम की जो प्रेम, और दूसरी प्रेम अब्राहम अपने एक बेटा एकलौते पुत्र इसहाक के साथ जो प्रेम है। हालेलुया। आज इस एतवार के दिन में इस बातों को मैं आपके सामने रखना चाहता हूं। इसमें कौन सी प्रेम के ऊपर अब्राहम अपने विश्वास की जिंदगी दे दिया है। ഹല്ലേലൂയ. ഏത് വിശ്വാസത്തിന്റെ മേലാണ് അബ്രഹാം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്താ ഇവിടെ ചെയ്യുന്നത്? ഒരു കാര്യം നോക്കണേ. ഇന്ന് ഈ PMG ചർച്ചിനോട് ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാ, ആമേൻ സ്തോത്രം, തന്നതിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതോ തന്നവനെയാണോ? ഹല്ലേലൂയ. എൻ്റെ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. നിങ്ങൾ ഏതിനെയാ കൂടുതൽ സ്നേഹിക്കുന്നേ? തന്നതിനെയോ അതോ തന്നവനെയോ? हालेलुया। भाई बहन, आप जिस बातों के ऊपर ज्यादा प्रेम करते हैं, जिसने आपको दिया है या जिसने जो दिया है उसके ऊपर प्रेम करते हैं. लेकिन ഞാൻ ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്, തന്നതിനെ സ്നേഹിച്ചാൽ എല്ലാം നഷ്ടമാകും. തന്നവനെ സ്നേഹിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം തുടങ്ങുന്നതിന് മുന്നമേ ഒരു തീരുമാനമെടുക്കണം. എന്താ? കർത്താവേ, ഞാൻ തന്നതിൻ്റെ പുറകെ പോകത്തില്ല. നീ എനിക്ക് തന്നതിൻ്റെ പുറകെ ഞാൻ പോകത്തില്ല. നീ എനിക്ക് തന്നത് എന്തൊക്കെയാണോ അതിന് ഞാൻ കൂടുതലായി സ്നേഹിക്കത്തില്ല. ഞാൻ ഇന്നു മുതൽ സ്നേഹിക്കുന്നുവെങ്കിൽ, തന്നവനെ ഞാൻ സ്നേഹിക്കും. അവന്റെ പുറകെ ഞാൻ പിൻപറ്റും. അവനെ ഞാൻ വിശ്വസിക്കും. അവനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവനെ ഞാൻ പ്രസാദിപ്പിക്കും. അവൻ എന്തെന്നോട് പറഞ്ഞാലും അത് ഞാൻ ചെയ്യുവാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, തന്നവനെയോ അതോ? പ്രിയ ദൈവദാസനെ, ആമേൻ, ദൈവസഭയെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അകത്ത് തന്നവനെ സ്നേഹിച്ചവർ ഒത്തിരി കഴിഞ്ഞപ്പോൾ ആരാണോ തന്നത് അവനെയാണെന്ന് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കർത്താവ് ഒത്തിരിയൊക്കെ തന്നപ്പോൾ അവനെ വിട്ടു തന്നതിൻ്റെ പുറകെ പോകുക. ആരാധനയ്ക്ക് സമയമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് ഓടുക. ആരാ ജോലി തന്നത്? ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജോലിയുടെ പുറകെയാണോ പോകുന്നത് അതോ പ്രാർത്ഥിച്ച് എത്ര നാളുകൊണ്ട് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയാ? തന്നവന്റെ പുറകെയാണോ അതോ തന്നതിന്റെ പുറകെയാണോ? ഞാൻ ഒരു കാര്യം പറയാം, തന്നവന്റെ പുറകെ പോയാൽ ഇതൊന്നും ഉണങ്ങത്തില്ല. തന്നവന്റെ പുറകെ പോയാൽ വീണ്ടും തരുവാനവൻ ശക്തനാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ വാക്കനുസരിച്ച് അബ്രഹാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ? ഇപ്പോൾ യാഗത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. अब्राहम परमेश्वर की बातों को मानकर आमीन उस आराधना परमेश्वर ने किया हुआ उस वायदा के अनुसार आराधना के लिए अपने घर से ही तैयार हो रहा है. ഇനി നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം ചെയ്ത കാര്യം, ഒന്നാമത്തെ കാര്യം, അതിരാവിലെ അബ്രഹാം എന്ത് ചെയ്തു? എണീറ്റു. ഞാനൊരു ചോദ്യം ചോദിക്കാം. യഹോവയായ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്ന കാര്യമാ, നീ ഒത്തിരി സ്നേഹിക്കുന്ന കുഞ്ഞാ അല്ലേ? നീ ഒത്തിരി കാത്തിരുന്ന് കിട്ടിയതാ. ഒത്തിരി നാളുകൾ കൊണ്ട് കാത്തിരുന്ന് കിട്ടിയതാ. ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാം രാത്രി ഉറങ്ങിക്കാണുവോ? കുഞ്ഞുറങ്ങുന്നുണ്ടായിരിക്കാം. രാത്രിയിലൊക്കെ എണീറ്റ് ആമേൻ സ്തോത്രം തൻ്റെ മകൻ്റെ മുഖം നോക്കിക്കൊണ്ട് അബ്രഹാം ഇരിക്കുകയായിരിക്കാം. ഇത് ലാസ്റ്റ് രാത്രിയാ, ഇത് ലാസ്റ്റാ, ഇന്ന് ഈ ലാസ്റ്റാ, എൻ്റെ കുഞ്ഞുമായിട്ട് ഇന്ന് ലാസ്റ്റാ.
ഇനി നാളെ ഇവനെ യാഗം കഴിക്കാൻ പോകുക. ഉറങ്ങാത്ത അബ്രഹാമിന്റെ രാത്രി. हालेलुया. उरंगात अब्राहम इन रात्रि आमें रात को अब्राहम आमें अपने एकलौता पुत्र आमें उस आमें बेटे के साथ रात को सोया नहीं होगा, लेकिन बेटा आराम से सोया, लेकिन बाप सोया नहीं है, क्योंकि उसको पता है लास्ट रात है, कल उस पहाड़ के ऊपर उसको कुर्बान करने जा रहा है. हालेलुया. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ രാത്രിയിൽ അബ്രഹാം ഉറങ്ങാതെ ആദിരാവിലെ അബ്രഹാം എണീറ്റു. 2 തിരുവചനം വായിക്കുന്നത് അബ്രഹാമിനോട് കൂടെ ആര് എണീറ്റു? പറ. മകന് എണീറ്റു. എന്നിട്ട് അബ്രഹാം ചെയ്ത ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? വിറക് കീറി. സ്തോത്രം. വചനത്തിൽ വായിക്കുന്നു, പക്ഷെ ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അബ്രഹാം എന്താ ചെയ്തേ? വിറക് കീറി. ഞാൻ അബ്രഹാമിനോട് ചോദിക്കട്ടെ, അബ്രഹാം എന്തിന് വിറക് കീറുന്നേ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാം 2 കാരണങ്ങൾ പറയും. ഒന്ന് എന്താണെന്നറിയാമോ? ഈ വിറക് കെട്ട് ഒത്തിരി ദൂരം എടുത്തോണ്ട് പോകണം, അല്ലെ? ഒത്തിരി ദൂരം ഈ വിറക് കെട്ട് എന്ത് ചെയ്യണം? എടുത്തോണ്ട് പോകണം. അപ്പോൾ വിറക് കീറുന്നതിന് 2 കാരണങ്ങൾ. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ കീറിയ വിറകെ ഒരുമിച്ച് കെട്ടാൻ പറ്റത്തുള്ളൂ. എത്ര പേർ ആമേൻ പറയും? ഈ കീറിയ വിറക് ഒരുമിച്ച്, ഇനി കീറാമുട്ടികൾ കെട്ടിയാൽ ഒക്കുവോ? ഇത് ഒരുമിച്ച് കെട്ടാൻ പറ്റത്തില്ല. ഇത് 2 സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കെട്ടിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും? കെട്ട് ഇത് അഴിയും, ഇത് പൊഴിഞ്ഞ് വീഴും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്നലെ 2 ദിവസം കൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചില വിറകുകൾ കീറിക്കൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും വിറക് കീറാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കീറിക്കോണം. എന്തിനാണെന്നറിയാമോ? ഒരുമിച്ച് നിൽക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, ഈ കീറിയ വിറക് ഒരുമിച്ച് കെട്ടിയാൽ ഒരുമിച്ച് നിൽക്കും. ആമേ. കീറാത്ത വിറക് എപ്പോഴും വിഷയമാ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? പറ. കീറണം. സ്തോത്രം. കീറി കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. കീറിയിട്ടില്ലെങ്കിൽ എപ്പോഴും വിഷയമാ. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന 3-ാം ദിവസം കഴിയുന്നതിന് മുന്നേ ദൈവത്തോട് പറയണം, കർത്താവേ, എവിടെയൊക്കെ കീറണോ അതൊന്ന് കീറണമേ കർത്താവേ. അബ്രഹാം വിറക് കീറി. ഒന്നാമത്തെ കാരണം ഒരുമിച്ച് കെട്ടാൻ പറ്റും. ഇനി കേട്ടോണേ, 2ാമത്തെ കാരണം എന്തിനാ അബ്രഹാമെ വിറക് കീറുന്നേ? അബ്രഹാം ഒരു കാര്യം പറയാം, കീറിയ വിറകിനെ പെട്ടെന്ന് തീ പിടിക്കത്തുള്ളൂ. കീറിയ വിറകിനെ പെട്ടെന്ന്, ഈ മുട്ടികൾക്കൊക്കെ തീ പിടിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഹല്ലേലൂയ. അതൊക്കെ 41-21 ഒക്കെ ഇരിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. കീറിയ വിറകിനുണ്ടല്ലോ പെട്ടെന്ന് തീ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് ഈ യാഗത്തിന് കൊണ്ടുപോകുന്ന, അപ്പൊ കീറിക്കൊണ്ട് പോയാൽ ഒരു കാര്യം, പെട്ടെന്ന് അതിൻ്റെ തീ പിടിക്കും. ദൈവത്തിന്റെ പ്രസാദം അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. ഇനി അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, ഇത് ഈ മലയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് കീറിയ പോരെ? പക്ഷെ അബ്രഹാം ഒരു കാര്യം പറയും, ഇത് എന്റെയും ദൈവത്തിന്റെ കൂടെയുള്ള ഒരു തീരുമാനമാ. അത് ഇത് എന്റെയും ദൈവത്തിന്റെ കൂടെയുള്ള തീരുമാനം. എന്താ? ആരാധനയാ. എന്താ ഇത്? ആരാധന. അബ്രഹാം പറയും, ആരാധന സ്ഥലത്ത് ചെന്നിട്ടല്ല ഒരുങ്ങേണ്ടത്, ആരാധനയ്ക്ക് ഭവനത്തിൽ നിന്നേ ഒരുങ്ങണം. അത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? हालेलुया. अब्राहम से पूछे, हे अब्राहम, तुम क्यों अपने घर से ही लकड़ी चीरते हैं? और अब्राहम इस बात को कहेंगे, ये मैं और मेरे खुदा के साथ जो वायदा है उसकी आराधना है. हालेलुया. अब्राहम उस स्थान में जाकर तो लकड़ी को चीरे. अब्राहम ने इस बातों को बोलेंगे, नहीं, ये आराधना मैं वहां पर जाकर तैयार नहीं करूंगा, मैं घर से ही आराधना के लिए तैयार होकर चलूंगा. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആരാധനയ്ക്കൊരുങ്ങേണ്ടത് സഭയ്ക്കകത്ത് വന്നല്ല, ആരാധനയ്ക്കൊരുങ്ങേണ്ടത് ഇതിനകത്ത് വന്നല്ല, ആരാധനയ്ക്കൊരുങ്ങേണ്ടത് കുടുംബത്തിനകത്ത് നിന്നാ. യെസ്. ഭവനത്തിന്റെ അകത്ത് ആരാധനയ്ക്ക് ഒരുക്കമുണ്ടായിരിക്കട്ടെ. ഭവനത്തിന്റെ അകത്ത് നിന്ന് ആരാധനയുടെ ഒരുക്കം വരട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം പറയുന്നതിൽ നിങ്ങൾ പിണങ്ങരുത്. നമ്മൾ ആത്മാവിൽ ആരാധിക്കും, സഭയ്ക്കകത്ത് ആത്മനിത്യത്തോടെ ആരാധിക്കും. പക്ഷെ ഈ ശക്തി പ്രാപിച്ച് കുടുംബത്തിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴോ, ഭവനത്തിനകത്തോട്ട് ചെല്ലുമ്പോഴോ എന്താ? ചിലരൊക്കെ പറയാറുണ്ട്, ആ കർത്താവിന്റെ ദാസനെ സഭയിൽ നല്ല ശക്തിയും അഭിഷേകവും പ്രാപിച്ചു, പക്ഷെ ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, സഭയ്ക്കകത്തിറങ്ങുന്നതിലും വലിയ ശക്തി കുടുംബത്തിനകത്ത് ഇറങ്ങണം.
കുടുംബത്തിനകത്ത് ഇറങ്ങണം. അതെന്താ? സഭയ്ക്കകത്ത് ഒരു ദിവസമേ ഉള്ളൂ, ഞായറാഴ്ച മാത്രം, ബാക്കി 6 ദിവസം കുടുംബത്തിന്റെ അകത്താ. അതുകൊണ്ട് പെന്തക്കോസ് ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ പറയുന്നത് അവരുടെ വീട് മുഴുവൻ ആത്മാവില നിറഞ്ഞുവെന്നല്ലേ പറയുന്നേ. ആമേൻ, 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 ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു ആത്മ തേജസ് വെളിപ്പെടട്ടെ, എന്റെ കുടുംബത്തിനകത്ത് ആത്മ തേജസ് വെളിപ്പെടട്ടെ. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ റൂമിന്റെ അകത്ത്, എന്റെ കുടുംബത്തിന്റെ അകത്ത് ആത്മമണ്ഡലം വെളിപ്പെടണമേ എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. कितने लोग चाहते हैं मेरे घर के अंदर भी उस परमेश्वर की महिमा प्रकट हो जाए. जो आत्मा कलीसिया के अंदर उतरता है, जो आत्मा इस कलीसिया के अंदर कार्य करता है, वो आत्मा मेरे घर में भी कार्य करे. हालेलूया. വീടിന്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ തയ്യാറെടുത്തു. എന്തിനാ? ആരാധനയ്ക്ക്. അബ്രഹാം എവിടെ നിന്ന് തയ്യാറെടുത്തേ? ഭവനത്തിന്റെ അകത്ത് ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. വിറകം കെട്ടി ഇസ്ഹാക്കിനെ പിടിച്ചു. ഇതാ ആരാധനയ്ക്ക് വേണ്ടി അബ്രഹാമിന്റെ യാത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ആമേൻ പറയും? നിങ്ങൾ ആ യാത്ര ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളെ യാത്ര ഒന്ന് ശ്രദ്ധിക്കണം. ഈ അബ്രഹാമും ഇസ്ഹാക്കും കൂടിയുള്ള യാത്ര. ആമേൻ, സ്തോത്രം. വേറെ ആൾക്കാരുമുണ്ട്. ഈ അബ്രഹാം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൂരെ നിന്നേ കാണുകയാ. എന്താ കാണുന്നേ? ആരാധനയുടെ സ്ഥലം, ആരാധനയുടെ സ്ഥലം കാണുക. ഈ ദൂരെ നിന്നേ ആരാധനയുടെ സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം ചെയ്ത് എന്താ അറിയാമോ? മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങളല്ല എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇതൊരു പ്രവചനമാണ് കേട്ടോ, ഇതൊരു പ്രവചനമാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പറഞ്ഞ എന്താ? ഞാനും എൻ്റെ മകനും ആരാധന കഴിഞ്ഞ്. അബ്രഹാമെ മകനെയല്ല യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നേ. നീ എങ്ങനെ പറഞ്ഞു ഇനി ഇവനെയായിട്ട് മടങ്ങി വരാമെന്ന്? അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഒരുമിച്ച് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. എൻ്റെ പ്രിയ ദൈവജനമേ, ആരാധനയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ചിലരൊക്കെ, ഞാൻ എൻ്റെ സഭയിൽ പറയാനുള്ള കാര്യമാണ്, ഈ സൺഡേയിലായിരിക്കും ഒത്തിരി ഗസ്റ്റ് വീട്ടിൽ വരുന്നത്. സ്തോത്രം. ഒന്നെങ്കിൽ സൺഡേ വെള്ളം കാണത്തില്ല, पानी नहीं आएंगे, या बिजली नहीं होंगे, या गेस्ट बहुत आएंगे, और इसी कारण से हम चर्च में जाने के लिए मुश्किल होगा. काफी लोग बोलते हैं कि काफी सालों के बाद मासड़ चाचा चाची है ना, भाई बहन, काफी महीनों के बाद, सालों के बाद मेरे घर में आया, वो भी कब? इतवार के दिन. क्या करूं? चर्च में जाऊं या इनके साथ? हाँ, हालेलूയ. या അവരുടെ കൂടെ ഇരിക്കണോ അല്ലെങ്കിൽ ചർച്ചിൽ പോണോ? മനസ്സ് പറയും പോകണ്ട. ഹല്ലേലൂയ. ആത്മ പറയും പോണം. പക്ഷെ നമ്മൾ ഏതിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നേ? ആമേൻ. അവിടെ നമ്മൾ എന്തു? ഓ चाचा चाची कितने सालों से बाद आया, चलो उनके साथ ही बैठ लेते हैं. हालेलूയ. संडे तो अगले हफ्ते भी जा सकता है. हालेलൂയ. ആമേൻ. ഇന്ന് അവരുടെ കൂടെ ഇരിക്കാം. ആമേൻ. അടുത്ത ഞായറാഴ്ചയാണ് നമുക്ക് എന്ത് ചെയ്യാം? ആരാധനയ്ക്കോ. പക്ഷെ അബ്രഹാം ഇസ്ഹാക്ക് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ആരാധനയിൽ ഞാൻ പോകുകയാ, ഞാൻ ആരാധനയ്ക്ക് പോകുകയാ. ഈ 2025 കഴിയാൻ ഇനി 2-3 മാസമേ ഉള്ളൂ. 2026 സ്റ്റാർട്ട് നിങ്ങളൊന്ന് തീരുമാനമെടുക്കണം. എന്താണെന്നറിയാമോ? ഒറ്റ സൺഡേ പോലും ആരാധന മിസ്സാക്കുന്നില്ല. അതൊരു തീരുമാനമെടുക്കും. ഉടമ്പടി ആയിരിക്കണം. ആമേൻ. നിയമം വിളിച്ച് കൂട്ടിയുള്ള ഉടമ്പടി. എന്താ? ദൈവത്തോട്, എന്റെ കർത്താവേ, യാഗം കഴിക്കാൻ, അങ്ങേ ആരാധിക്കാൻ, എന്റെ ആയുസ്സുള്ളിടത്തോളം കാലം ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും. എന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? എന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ. എന്താ? ആമേൻ, സ്തോത്രം. കർത്തൃകാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ഒരു കൂട്ടം പറന്നുയരണം. ആ ഒറ്റ ആഗ്രഹത്തോടെ ഓടുന്നേ. ദൈവത്തെ സ്തോത്രം. मेरा एक इच्छा है, वो ये इच्छा है, जम्मू कश्मीर के अंदर बहुत सारे लोग जब आखिरी में बादलों में तुरगी फूका जाएगी, उसी वक्त एक झुंड परमेश्वर को मिलने के लिए बादलों पर उड़ जाना है. यही मेरा आशा है. उसके लिए दौड़ रहा हूं. विश्वासी जन, हमारे दौड़, प्रिय जन में നമ്മുടെ ഓട്ടം എന്തിനാ? പറന്നുയരാനുള്ള ഓട്ടമാ. എങ്ങോട്ട് പറന്നുയരാൻ? നമ്മുടെ അരുമനാഥനെ കാണാൻ, അവനെ കാണാൻ പറന്നുയരണമെങ്കിൽ ഇന്നേ ആ അധികാരം പ്രാപിക്കണം. ഇതിനകത്ത് ദൈവശക്തി ഏറ്റെടുക്കണം. ഇതിനകത്ത് അഭിഷേകം ഏറ്റെടുക്കണം. ഇതിനകത്ത് ആത്മശക്തി വെളിപ്പെടണം.
ആരാധനയിൽ ആ ശക്തി വെളിപ്പെടണം. ആരാധന ആ ദൈവശക്തി ഇറങ്ങണം. ആരാധന ചടങ്ങാകരുത്, ആരാധന ജൽപ്പനമാകരുത്. ആരാധന ദൈവത്തോടുള്ള ഉടമ്പടിയാ. അവനെ ആരാധിക്കേണ്ടതിന്, അവനോട് പ്രാർത്ഥിക്കേണ്ടതിന് അവന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. യേശുവിന്റെ നാമത്തിൽ. ഒരു മീറ്റിങ്ങിന് ശേഷം ഒരു ആന്റി വലിയൊരു ലിസ്റ്റുമായിട്ട് എൻ്റെ മുൻപിൽ വന്നു. ഞാനത് വായിച്ചു നോക്കിയോ 18 പാസ്റ്റേഴ്സിൻ്റെ പേര് അതിൻ്റെ അകത്തുണ്ട്. ആൻറ്റി വലിയ എന്താ പറയുന്നത്, വലിയൊരു ഇതോട് ചോദിക്കുക, പാസ്റ്ററെ ഒന്നാമത്തെ പാസ്റ്ററിനെ അറിയുമോ? ഞാൻ പറയും കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പാസ്റ്റർ അറിയോ? കേട്ടിട്ടുണ്ട്. ഈ 18 പാസ്റ്റേഴ്സും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു 19 പ്രിൻസ് തോമസ് എഴുതിക്കോ. ദൈവത്തിൽ ആൻറ്റി വലിയ ഇതായിട്ടാണ് പറയുന്നത്, ഇത്രയും പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ആൻറ്റിയെ ഈ ലിസ്റ്റ് ഒന്ന് കീറിക്കള, ഹൃദയത്തൊന്ന് കീറ, സന്നിധിയിൽ ഇരിക്കുക, വിടുതൽ നിങ്ങളുടെ കയ്യിലാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമോ? ആരാധനയ്ക്ക് ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരേക്ക് പഴിചാരുന്നേ, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റമാ നോക്കുന്നേ, നമ്മൾ അവരെയാ നോക്കുന്നേ. പക്ഷെ അബ്രഹാം കഴുതയ്ക്ക് കോപ്പിട്ട് കഴുതയെ നോക്കിയില്ല, അവരുടെ കൂടെയുള്ളവരെ നോക്കിയില്ല, മറ്റാരെ നോക്കിയില്ല. പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഞാനും എൻ്റെ മകനും എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാ. ആരാധന, 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 യേശുവിൻ നാമത്തിൽ ആരാധന. ഓ റീബാന ഷഖറബസിയ. ഈ PMG ചർച്ച് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ആൾക്കാർ ചേരും. ഒന്ന് കരമുയർത്തി പറയാമോ, ഞാൻ ആരാധനയ്ക്ക് പ്രാധാന്യത കൊടുക്കുമെന്ന്? ഒന്ന് പറയാമോ, ആരാധനയ്ക്ക് പ്രാധാന്യത കൊടുക്കും. ഞാൻ എൻ്റെ സഭയിൽ വിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഒരു പുതിയ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരണം. കൂട്ടിക്കൊണ്ട് വരണം. അവരത് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. मैंने अपने विश्वासियों की इस तरह बात बोलते हैं, जब आराधना में आते अकेला नहीं आना, और कोई नया लोगों को भी लेकर आना है, कोई नया लोगों को लेकर आना है. हमें കാരണം എന്താണെന്നറിയാമോ? ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വിടുതല, ദേശത്തിന് വിടുതല, വ്യക്തികൾക്കും വിടുതല. അബ്രഹാം എന്താ ചെയ്തേ? ആരാധനയുടെ സ്ഥലം കണ്ടപ്പോൾ മറ്റുള്ളവരെ ഇരുത്തി, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകാം. എന്നിട്ട് അബ്രഹാം ചെയ്ത അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കോണം. അതിന്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 5ഉം 6ഉം വാക്യം വായിച്ചാട്ടെ. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. മതി, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ആരാധനയുടെ സ്ഥലം അബ്രഹാം കണ്ടപ്പോൾ അബ്രഹാം ചെയ്ത പ്രവൃത്തി ഒന്ന് നോക്കിക്കോണേ. എന്താ ചെയ്തേ? ഈ ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തൻ്റെ മേൽ വെച്ചോ? മകന്റെ മേൽ വെച്ചു. ഈ വിറക് കെട്ട് മകന്റെ മേൽ ചുമത്തി, അല്ല മകന്റെ ചുമലിൽ വെച്ചു. എന്നിട്ട് അബ്രഹാം എടുത്ത് എന്താ? തീയും കത്തിയും. നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും എടുക്കുന്നത്? സത്യമായിട്ട് പറയണം. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്താ എടുക്കുന്നത്? വിറക് കെട്ടല്ലേ എടുക്കത്തുള്ളൂ. കാരണം മോന് വിറക് കെട്ടെടുക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും? തീയും കത്തിയും മോൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് വിറക് കെട്ട് എന്ത് ചെയ്യും? നമ്മൾ എടുക്കും. കാരണം ദൈവത്തിൽ സ്വത്ത് അബ്രഹാമെ इतना भी तरस नहीं अपने बेटे के ऊपर. हालेलुया. हल्का चीज है चाकू और बोलो चाकू और आग. हालेलुया. अगर मैं होता था, मैं क्या करता था? ये लकड़ी पूरा मैं अपने खांधे पर रखते हैं और चाकू और आग मेरे बेटे के हाथ में दिया होता. हालेलुया. लेकिन अब्रഹാം ചെയ്തത് എന്താ? ഈ വിറക് കെട്ടെടുത്തിട്ട് ആമേ സ്തോത്രം തന്റെ മോന്റെ ചുമലിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തു. എത്ര പേർ ആമേൻ പറയോ? ഒരു ആമേൻ പറയാമോ? മാനുഷികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരപ്പൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ചുമട് അപ്പനെടുക്കും, ബാക്കി മോൻ്റെ കൈ കൊടുക്കും. പക്ഷെ അബ്രഹാം ചെയ്തത് ചുമട് മോൻ്റെ കൈ കൊടുത്തു, കത്തിയും തീയും ആരെടുത്തു? അപ്പനെടുത്തു. ഇന്ന് ഞാൻ ഈ ദൈവസഭയുടെ ഒരു കാര്യം പറയാം. അപ്പൻ എടുക്കേണ്ട ചുമട് അപ്പൻ എടുക്കണം, മോൻ എടുക്കേണ്ട ചുമട് മോന് കൊടുക്കണം. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? മോൻ എടുക്കേണ്ട ചുമട് അപ്പൻ എടുത്തോണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൻ എടുക്കേണ്ട ചുമട് മോൻ എടുത്തോണ്ടിരിക്കുക. അപ്പൻ പറയുന്ന മോന് ഭയങ്കര ഭാരമാകുന്ന ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ് മോൻ വഷളായി പോകുന്നത്. ഒരാമേൻ പറയാമോ?
ഒരാമയം പറയാമോ? ഇന്നത്തെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അയ്യോ അവൾക്കത് ഭാരമാകും, അയ്യോ അവനത് ഭാരമാകും, ഒടുവിൽ ഈ മക്കൾ നമുക്ക് ഭാരമാകും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ചെയ്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ചുമടുകെട്ടെടുത്തു വെച്ച് മോന് കൊടുത്തത് എന്താണെന്നറിയാമോ? ഇവൻ ഇത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവന് വേദനിക്കും, അല്ലേ? അവന് എന്താ പറയുന്നത്, ഒരു മടുപ്പുണ്ടാകും. പക്ഷെ അബ്രഹാം ഒരു കാര്യം പറയും, ആത്മാവ് ഞാൻ പറയാ, മോനെ നീ എടുക്കുന്ന ഒരു ചുമടുണ്ടല്ലോ, അത് നാളത്തേക്ക് നിനക്ക് വേണ്ടിയുള്ള കരുതലാ. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തോട് ദൈവാത്മ പറയുന്ന ഒരു കാര്യമുണ്ട്. മാതാവ്, പിതാവ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നാളുകൾ കൊണ്ട് എടുക്കുന്ന ഒരു ചുമടുണ്ടല്ലോ, അത് നാളത്തേക്ക് നിങ്ങൾക്കൊരു കരുതലാ. എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കും? നീ കരഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു ചുമടുണ്ട്, ആ ചുമട് ചുമന്നുകൊണ്ടാണ് നീ ഈ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒത്തിരി നാളായി ചുമട് കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, ഈ ചുമട് നിന്നെ തകർക്കാനല്ല, ഈ ചുമട് നിനക്കൊരു വേദന തരാനല്ല, ഈ ചുമട് നിന്നെ മടുപ്പിക്കാനല്ല, ഈ ചുമട് നീ ചുമന്നോ, ഇത് നിനക്ക് വേണ്ടി ഞാൻ കരുതുന്ന ഒരു ചുമടാ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ അബ്രഹാമും മോനും തമ്മിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കത്തിയുണ്ട്, തീയുണ്ട് അബ്രഹാമിന്റെ കയ്യിൽ. മോന്റെ ചുമരിൽ എന്തുണ്ട്? വിറകുണ്ട്. ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ ഒറ്റ ചോദ്യമാ, പിതാവേ എല്ലാം ഉണ്ട്, പക്ഷെ യാഗ വസ്തു എവിടെ? ഹേ പിതാ, सब कुछ है, लेकिन क्या बोलते हैं, याग यानी परमेश्वर को बलि चढ़ाने के लिए कहां पर है? तब आमीन अब्रहाम ने कहा, आमीन अब्रहाम പറഞ്ഞത് യഹോവ ഇരേ, അവൻ കരുതുന്ന ദൈവമാ. ഇവരുടെ രണ്ടുപേരുടെ യാത്രയൊന്ന് നോക്കിക്കേ. ആ പൈതൽ ഇത്രയും വലിയ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, അബ്രഹാമെ നിന്റെ മനസ്സിനകത്ത് ഒരു തരസുമില്ലേ? ആമേൻ സ്തോത്രം, ഒരു ഇതുമില്ലേ? അബ്രഹാം പറയും, ചുമക്കട്ടെ, എൻ്റെ മകൻ ചുമക്കട്ടെ, ഈ വിറകട്ടെ എൻ്റെ മകൻ ചുമക്കട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് അതാ പറയുന്നേ, നീ ചുമട് ചുമന്നോ, നീ ചുമട് ചുമന്നോ, ഇത് നിനക്ക് ഇന്ന് ഭാരമായിട്ടാ തോന്നുന്നേ. നാളുകൾ കൊണ്ട് ചുമക്കുന്നൊരു ചുമടുണ്ട്, അത് നിനക്ക് ഭാരമായിട്ടാ തോന്നുന്നേ. പക്ഷെ നിനക്കൊരു ഫിനിഷ് പോയിന്റ് ഉണ്ട്, ഒരു സ്ഥാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. आपने जो बोझ उड़ाकर आजकल चल रहा है, जो टेंशन लेकर आप चल रहा है, जो बातों को लेकर आप चल रहा है, ये परेशानी आपके जिंदगी को खत्म करने के लिए नहीं है, ये आपके जीवन में परेशान डालने के लिए नहीं है. ये परमेश्वर तुम्हारे लिए इंतजाम करने जा रहा है. आज परमेश्वर के पवित्र नाम से कितने विश्वास के साथ बोलेंगे, मेरे खुदा मेरे लिए इंतजाम करने जा रहे हैं. यहोवा जीरे, അവൻ കരുതുന്ന ദൈവമാ, അവൻ കരുതുന്ന ദൈവമാ, അവൻ നിനക്ക് വേണ്ടി കരുതാൻ പോകുകയാ. അവൻ കരുതുന്ന ദൈവം, അവൻ കരുതുന്ന ദൈവം. എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്. പല പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ നിനക്ക് ഞാനിത് ചുമക്കാൻ തന്ന ചുമടാ, ഇത് ചുമന്നോ, ഇത് ചുമന്നോ, ഇത് നാളത്തേക്ക് നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ഈ ചിലരൊക്കെ ചുമട് ചുമക്കുമ്പോഴേ ദൈവത്തോട് കംപ്ലൈൻറ്റാ പറയുന്നേ, കർത്താവ് എനിക്കിത് പറ്റത്തില്ല, നീ എന്തുകൊണ്ടാണ് എനിക്കിത് തന്നേ, എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയം വന്നേ? കർത്താവ് പറഞ്ഞ കംപ്ലൈൻറ്റ് നിർത്തുക, ഇത് നിനക്കുള്ളൊരു കരുതലാ. ഇന്ന് രാവിലെ കൂടെ ചിലരൊക്കെ പറഞ്ഞുള്ളൂ കർത്താവിനോട്, ഇന്നലെ രാത്രി ചിലരൊക്കെ കർത്താവിനോട് പറഞ്ഞുള്ളൂ, കർത്താവേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര വിഷയം വരുന്നതാ, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ്റെ മേൽ, എൻ്റെ മകളുടെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ ഇത്രയും വിഷയം വരുന്നതാ? അതിനുള്ള ഉത്തരവാ കർത്താവ് പറയുന്നത്, ചുമന്നോ, ഇത് ചുമന്നോ. പക്ഷെ ഇത് അധികം നാൾ ചുമക്കേണ്ട വരത്തില്ല, ഇത് അധികം നാൾ ചുമക്കേണ്ട വരത്തില്ല. നീ ഇപ്പോൾ ചുമക്കുന്ന എന്താണെന്നറിയാമോ? ഇത് ആരാധനയുടെ ഭാഗമാ. ഇത് ആരാധനയുടെ ഒരു ഭാഗമാ. ഒന്ന് ആത്മാവിലൊന്ന് വിശ്വസിക്കാമോ? कल्बी आपने परमेश्वर के साथ कंप्लेंट किया है, कल भी आप खुदा से सवाल पूछा है, हे खुदा बाकी लोगों को इतने समस्या नहीं, क्यों मेरे जीवन में इतने समस्या है, मेरे जीवन में इतने परेशानी क्यों है? लेकिन खुदा की आवाज तुम्हारे कान में नहीं आया होगा, लेकिन आज के दिन में इस आराधना के बीच में परमेश्वर की आत्मा से बात कर रहा है. ये समस्या तुम्हारे जीवन को खत्म करने के लिए नहीं, तुम्हारे जीवन को दिल को तोड़ने के लिए नहीं, ये आराधना का हिस्सा है,
ഈ ആരാധനയ്ക്ക് ഹിസ്സ ഹൈ. ഹല്ലേലൂയ. യേശു के नाम से कुराबा शाखानबल हदुनगडगसियारब റീബാനബ ശംതുന ലഗഡഗസ്യ റഗാതുന റഗസ്യ. നീ ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നേ? നീ ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നേ? ഇന്ന് പകൽക്കാലം ദൈവത്തോടാണ് സ്നേഹമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കരുതാൻ പോകുകയാ. അതല്ല നീ ആമേൻ ഈ ലോകത്തിന്റെ ചില വസ്തുക്കളോടാണെങ്കിൽ ആമേൻ സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, തന്നവന് തിരിച്ചെടുക്കാനും അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, ചിലരുടെ സ്നേഹത്തെ ക്രൂശിലോട്ട് കർത്താവിലോട്ട് ആകർഷിക്കപ്പെടുത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏതിന്റെ പുറകെ ഓട്ടം, ഏതിന്റെ പുറകെ നടപ്പ്, ഏതിന്റെ പുറകെ നിങ്ങളുടെ നോട്ടം, കർത്താവ് പറയുന്നു അതിനെ വിടുക. നിന്നിലൂടെ എനിക്കൊരു പ്രവൃത്തി ചെയ്തെടുക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ തീ ഉണ്ടെങ്കിൽ യാത്രയിലും അവന്റെ കയ്യിൽ തീ കാണും. അബ്രഹാമിന്റെ വീട്ടിൽ തീ ഉള്ളത് കൊണ്ടാ അബ്രഹാം വീട്ടിൽ നിന്ന് തീ എടുത്തോണ്ട് ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്ന ദൈവജനമേ, വീട്ടിൽ തീ ഉണ്ടെങ്കിൽ പോകുന്നിടത്തും തീയുണ്ട്. ഒരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇനി വീട്ടിൽ തീ ഇല്ലെങ്കിൽ പോകുന്നിടത്തും എന്തില്ല? തീ ഉണ്ടാകത്തില്ല. എത്ര കത്തിക്കാൻ നോക്കിയാലും കത്തത്തില്ല. വീട്ടിൽ തീ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, തലമുറയുടെ മേലും തീയുണ്ട്. വീട്ടിൽ തീ ഉണ്ടെങ്കിൽ അവൻ നടന്നു പോകുന്നിടത്ത് തീയുണ്ട്. ഇതൊരു അഭിഷേകത്തിന്റെ തീയാ. ഹല്ലേലൂയ. ഈ തീയും കത്തിയും അവൻ വിറകും എടുത്തുകൊണ്ട് ഇതാ രണ്ടുപേര് നടന്നു നീങ്ങുക. അവരൊടുവിൽ അവർ എത്തിയിരിക്കുന്നത് കർത്താവ് കാണിച്ചു കൊടുത്ത ആരാധനയുടെ സ്ഥലത്ത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വായിച്ചാട്ടെ. രണ്ടുപേരും അവിടെ എത്തി. ആമേൻ സ്തോത്രം. തന്റെ മകനായ ഇസഹാക്കിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. എവിടെ എത്തി? ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെത്തി. എന്നിട്ട് അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. ഒന്ന് നോക്കിക്കേ, വിറക് ചുമന്നവനെ ഇപ്പോഴെന്ത് ഇരിക്കുക? കെട്ടിയിട്ട് യാഗപീഠത്തിന്റെ മേല് കിടത്തിയിരിക്കുക. സ്തോത്രം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കെട്ടിയ വിറക് എടുത്തുകൊണ്ട് യാത്ര ചെയ്ത ഇസഹാക്ക് ആ വിറകിന്റെ കെട്ടഴിച്ചിട്ട് ആ കെട്ടുകൊണ്ട് മോനെ ഇപ്പൊ എന്ത് ചെയ്തു? കെട്ടി. ദൈവത്തിന് സ്തോത്രം. ഈ മോനെ കെട്ടി ഇപ്പൊ യാഗപീഠത്തിന്റെ മേല് വെച്ചിരിക്കുക. അബ്രഹാമിനോട് ചോദിച്ചേ, എന്തിനാ അബ്രഹാമെ അവനെ കെട്ടുന്നേ? അപ്പോൾ അബ്രഹാം പറയും, ആരാധനയ്ക്ക് മക്കളെ കെട്ടിയാലേ പറ്റത്തുള്ളൂ. കെട്ടഴിച്ചു വിട്ടാൽ നീ കരയേണ്ടത് വരും. ഹല്ലേലൂയ. അബ്രഹാം ഇതെന്താ നടക്കുന്നേ? അബ്രഹാം പറയും, ഇത് എന്റെയും ദൈവത്തിനും തമ്മിൽ ഉടമ്പടിയാ. ഞാൻ ഒരു കാര്യം പറയാം, ആരാധനയ്ക്ക് കെട്ടേണ്ടതിനെ കെട്ടണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആരാധനയ്ക്ക് കെട്ടേണ്ടതിനെ കെട്ടണം. ആമേൻ സ്തോത്രം. കെട്ടഴിച്ചു വിട്ടാൽ നാളെ നമുക്കൊരു ഒരു പ്രയാസമായി മാറും. പക്ഷെ ആരാധനയ്ക്ക് കെട്ടേണ്ടതിനെ കെട്ടിയാൽ ആമേൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. കയ്യും കാലും കൂടെ അവനങ്ങ് കെട്ടിയിട്ട് യാഗപീഠത്തിന്റെ മേൽ അവനങ്ങ് കിടത്തി. ദൈവത്തിന് സ്തോത്രം. ഈ വിറകിന്റെ കെട്ടഴിച്ചു, മോനെ എന്ത് ചെയ്തു? കെട്ടി. ദൈവത്തിന് സ്തോത്രം. കെട്ടി അവനെ കിടത്തി. വചനം ഇങ്ങനെ കൽപ്പിക്കുന്നത്, ഒടുവിൽ ഏറ്റവും ലാസ്റ്റ് മൂമെന്റിൽ ഏറ്റവും ഒടുവിൽ ഇതാ അവന് വേണ്ടി ആകാശം തുറക്കുകയാ. അവന് വേണ്ടി സ്വർഗം തുറക്കുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാ പറയുന്നേ, കുടുംബത്തിൽ കെട്ടേണ്ടതിനെ ചിലർ കെട്ടണം. അവനെ അഴിച്ചുവിടരുത്. മാതാപിതാക്കളെ, മക്കളെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ വചനത്തിൽ ഉറപ്പിച്ച് പഥ്യമാകുന്ന വചനം, സുവിശേഷത്തിന്റെ വചനം അല്ലെങ്കിൽ വിശുദ്ധിയുടെ വചനം പ്രമാണിപ്പാൻ അവനെ കെട്ടേണ്ടതിനെ കെട്ടണം. ശാസിക്കേണ്ടതിനെ ശാസിക്കണം. ഫൽസിക്കേണ്ടതിനെ ഫൽസിക്കണം. അടിക്കേണ്ടതിനെ അടിക്കണം. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവന്റെ മേൽ പ്രവൃത്തി വെളിപ്പെടും. ഈ മോനെ അബ്രഹാം എന്ത് ചെയ്തറിയാമോ? കയ്യിൽ കെട്ടി. ദൈവത്തിന് സ്തോത്രം. യാഗപീഠത്തിന്റെ മേൽ വെച്ചു. യാഗപീഠത്തിന്മേൽ ഇരിക്കേണ്ടതൊക്കെ ഇപ്പൊ പുറത്താ. യാഗപീഠത്തിൽ കിടത്തേണ്ടതിന് ഇരിക്കേണ്ടതൊക്കെ ഇപ്പൊ എവിടെയാ? പുറത്താ. എൻ്റെ പപ്പയുടെ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാ. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ വീടിൻ്റെ മുകളിലായിട്ട് ഒരു തിട്ടയാ. അതിൻ്റെ മുകളിൽ ഒരു തെങ്ങ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തെങ്ങ്. ആമേ സ്തോത്രം. ഈ ഹിന്ദി ഒക്കെ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ തെങ്ങൊക്കെ വിവരിച്ചു കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും തെങ്ങ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ തെങ്ങ് വളർന്ന് ഇത് കുറേ വളർന്നപ്പോൾ ഈ വീടിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ചാഞ്ഞു. അതിനൊരു വളവ്.
അപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു 6 മാസമോ അല്ലെങ്കിൽ 8 വർഷമോ 1 വർഷമോ ഒരു കയറ് കൊണ്ട് കെട്ടി മറ്റൊരു മരത്തിനോട് ഇതിങ്ങനെ വലിച്ച് എന്ത് ചെയ്യണം, കെട്ടിക്കഴിഞ്ഞാൽ 1 വർഷമാകത്തോ ഇതെന്ത് ചെയ്യും, നേരെയാകും എന്ന് പറഞ്ഞ് 1 വർഷം കെട്ടിയിട്ട് 1 വർഷം കറക്റ്റ് കഴിഞ്ഞപ്പോൾ ആ കെട്ടഴിച്ചിട്ട് ഒരു ഗുണവുമില്ല, ആ തെങ്ങ് അതുപോലെ തന്നെ. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞൊരു വാക്കിങ്ങനെയാ, ഇത് എപ്പോഴാണോ വളയുന്നത് തോന്നിയേ അന്നേരം കെട്ടണമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇത് എപ്പോഴാ, പെട്ടെന്നൊന്നും വളഞ്ഞിട്ടില്ലല്ലോ. ഇത് ചെറുപ്പത്തിലേ ഇതിന്റെ വളവ് കണ്ടപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, കെട്ടണമായിരുന്നു. ഇനി കെട്ടിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? കെട്ടേണ്ടതിനെ കെട്ടിയാൽ ആരാധന വെളിപ്പെടും. സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. मैं क्या बोल रहा हूं, जो बांधने की जगह है उसको बांधना है. खुदा के राज्य के लिए, परमेश्वर के राज्य के लिए जिसको बांधना है उसको बांधना है. संसारी की बातों में उसका खुला नहीं छोड़ना. अगर छोड़ देते हैं संसारी की बात, उनके जीवन के अंदर आत्मिक बातों को खत्म करेंगे. അവൻ ലോകത്തിന്റെ ചിന്തകൾ, മോഹങ്ങൾ അവന്റെ ജീവിതത്തെ കാർന്നു തിന്നും. കെട്ടേണ്ടതിനെ കെട്ടണം. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്ത്, അവൻ ഇസ്ഹാക്കിന്റെ കൈയും കാലും കെട്ടി ഇതാ യാഗപീഠത്തിൽ വെച്ചിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. യാഗപീഠത്തിന് വെച്ചതിന് ശേഷം തിരുവചനം ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്, അബ്രഹാം കത്തിയെടുത്ത് ഉയർത്തിയപ്പോൾ ഇതാ ഒരു ശബ്ദം കേൾക്കുക, അബ്രഹാമേ നിന്റെ വിശ്വാസത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക, ഈ മകന്റെ മേൽ നീ കത്തി. പറ. എന്തിനാ കർത്താവ് ഇത്രയും വലിയ പരീക്ഷ? അന്ന് ഇതങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. ഇത്രയും 3 ദിവസത്തെ വഴിയാത്രയാ, അതിലും കൂടുതലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഏറ്റവും ഒടുവിൽ പറയാ, അബ്രഹാമേ വെക്കരുത്, കൈ വെക്കരുത്. ഇന്ന് പകൽക്കാലം ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി ഞാൻ പറയാ, നിന്റെ ഒടുവിലത്തെ ചിന്തയുടെ മുകളിലാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് തീർന്നു എന്നല്ല നീ ചിന്തിക്കുന്നേ, ഇനി എനിക്കൊരു രക്ഷയുമില്ല, ഇനി കത്തി വെച്ചേ പറ്റത്തുള്ളെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിന് മേൽ സ്വർഗം തുറക്കും. നീ ഒരു ശബ്ദം കേൾക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഈ സത്യവചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി നിന്നവർ ലജ്ജിച്ചു പോയിട്ടില്ല, അവർ തകർന്നു പോയിട്ടില്ല, അവർ ഉടഞ്ഞു പോയിട്ടില്ല. ഈ ദൈവത്തിന്റെ വിശ്വാസത്തിനു വേണ്ടി നിന്നവർ ഒരിക്കലും നിലം പരിചയായിട്ടില്ല, അവർ ലജ്ജിച്ചിട്ടില്ല, അവർ മുടിഞ്ഞു പോയിട്ടില്ല. എന്റെ കർത്താവ് അവരെ മുടിയാൻ അനുവദിച്ചിട്ടില്ല. അവൻ ലാസ്റ്റ് മൂവ്മെന്റിലാണെങ്കിലും ഒടുവിൽ മൂവ്മെന്റിലാണെങ്കിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. कलीसिया में क्या बोल रहा हूं, ये विश्वास के लिए जो अपने कदमों को आगे रखा है, ये पवित्रताई के लिए जो अपने जिंदगी दिया है, वो कभी भी मिट नहीं गया है, वो कभी शर्मिंदा होने नहीं दिया है, वो टूटने नहीं दिया है, वो खत्म होने नहीं दिया है. वो परमेश्वर अपने स्वर्ग खोलकर उन्हें हमें मदद करने वाला, उनके लिए इंतजाम करने वाला परमेश्वर है. ഹല്ലേലൂയ. ഒടുവിലായി കർത്താവ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയാ, ഇനി എന്ത് ചെയ്തത് മോന്റെ മേല് ഒന്ന് പറയാമോ? കൈ വെക്കരുത്. സ്തോത്രം. അബ്രഹാം ചിന്തിച്ചു, ഇതെന്താ? അപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇനി അബ്രഹാം ഈ മകനെ കെട്ടിയുമില്ല, വിറകും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അബ്രഹാമിന് വേണ്ടി കർത്താവ് കരുതത്തില്ലായിരുന്നു. ഈ പലപ്പോഴുമേ നമ്മുടെ ജീവിതത്തിൽ ചില കരുതലുകൾ നമുക്ക് കിട്ടാത്ത എന്താണെന്നറിയാമോ? ഈ കർത്താവിൻ്റെ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്ത എന്താണെന്നറിയാമോ? ഈ കർത്താവിൻ്റെ ചില പരീക്ഷാ സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ ഫെയിലർ ആകുക. ഹല്ലേലൂയ. നമുക്കൊക്കെ ഒറ്റ ഡോസ് കൊണ്ട് ഈ ചിലരൊക്കെ ഈ നിങ്ങളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് അറിയാം, ഏതെങ്കിലുമൊക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നതിന് മുന്നേ ഈ സ്കിന്നിൻ്റെ അകത്ത് അതിനെ ടെസ്റ്റ് ഡോസ്ന്ന് അത് വെക്കും. ഈ ടെസ്റ്റ് ഡോസ് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 10-15 മിനിറ്റ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. അത് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ശരീരത്തിൽ ഇത് എഫക്റ്റ് ചെയ്യുമോന്നാ. എഫക്റ്റ് ഉണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാകും, തടിപ്പുണ്ടാകും, ശ്വാസത്തിന് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, ആ ഡോക്ടർ ആ മരുന്ന് തരുമോ? തരുമോ? ഇല്ല. ഡോക്ടർ ആ മരുന്നേ ചേഞ്ച് ചെയ്യും. ഇത് ടെസ്റ്റ് ഡോസിൽ തന്നെ ചിലർക്ക് അറിയാൻ തുടങ്ങും. മനസ്സിലായോ?
എൻ്റെ കർത്താവ് ചിലർക്ക് ടെസ്റ്റ് ഡോസ് തരും, അതിൻ്റെ അകത്ത് നിലവിളിക്കാൻ തുടങ്ങും. അതിൻ്റെ അകത്തെ കർത്താവ് അയ്യോ ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് കർത്താവ് എന്ത് ചെയ്യും? ടെസ്റ്റ് ഡോസിൽ തന്നെ എന്ത് ചെയ്യും? അതങ്ങ് നീർക്കും. കാരണം ഞാനൊരു കാര്യം പറയാം, ഒരു പരീക്ഷയുടെ പുറകിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ആമേൻ. ഒരു പരീക്ഷയുടെ പുറകിൽ ഒരു കരുതലുണ്ട്. ഞാനതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ വന്നു, പക്ഷെ വിശ്വാസത്താൽ കൃപയാൽ പിടിച്ചു നിന്നു. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി തന്നു. ഞാൻ പറഞ്ഞല്ലോ 3 പേര് തുടങ്ങിയ ആരാധനയാ, ഇപ്പോൾ 300-ലധികം പേര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അതും അവിടുത്തെ ലോക്കൽ സ്തോത്രം, കാശ്മീരിലെ ലോക്കൽ ആൾക്കാർ. ഞാൻ എന്താ പറഞ്ഞു, ഇതിൻ്റെ പുറകെ ഒത്തിരി വിഷയങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ വന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാൻ കഴിയും, അബ്രഹാമിൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാവൻ. ഹല്ലേലൂയ. ടെസ്റ്റ് ഡോസിന്റെ മേൽ അല്ലെങ്കിൽ പരീക്ഷാ കാലഘട്ടത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ തകർന്നു പോയാൽ, നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞാൽ, പിന്നെ അവന്റെ കരുതലിന്റെ ആ ഒരു എന്താ പറയുക അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്താ ചെയ്തേ? ആ കരുതലിന്റെ മുൻപിലും കത്തി കൊണ്ട് നിൽക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ മോന്റെ മേൽ കത്തി വെക്കരുത്. അടുത്തത് സഭയ്ക്കുള്ള ദൂത പറഞ്ഞ് വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. മതി. അബ്രഹാം ഇപ്പൊ നിൽക്കുന്ന എങ്ങനെയാ? കത്തി ഓങ്ങി മോനെ കെട്ടി ഇങ്ങനെ കിടത്തിയിരിക്കുക. കത്തി ഓങ്ങി നിൽക്കുന്ന അബ്രഹാമിനോട് പറയാ തല പൊക്കി നോക്കാൻ. എന്താ പറഞ്ഞേ? എല്ലാവരും ഒന്ന് പറയണത്, തലപൊക്കി നോക്ക്. ഇതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് പറയും തലപൊക്കി എങ്ങോട്ട് നോക്കണം? മുൻപോട്ടല്ല, ഇടത്തോട്ട് വലത്തോട്ടും അല്ല, പിന്നെ ഒന്ന് പറ, പുറകിൽ അല്ലേ, പുറകോട്ട്, പിന്നോട്ട് അല്ലേ, പുറകിൽ നോക്കാൻ. അതെന്താ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. നീ മുന്നോട്ട് നോക്കണ്ട, ഇടത്ത് വലത്ത് നോക്കണ്ട, പുറകോട്ട് നോക്കണം. അതെന്റെ കർത്താവേ, പുറകോട്ട് നോക്കാൻ. അബ്രഹാമേ, നിനക്കറിയാവോ എന്താണെന്നറിയാവോ? ഇന്നലെ നീ കരഞ്ഞുകൊണ്ടുവന്നൊരു വഴിയുണ്ടല്ലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്നലെ നീയും മകനും കൂടെ ചുമന്നോണ്ട് വന്ന ചുമടിന്റെ ഒരു വഴിയില്ലേ, ആ കരഞ്ഞുകൊണ്ടൊന്ന് വഴിയില്ലേ, നീ ഒന്ന് നോക്ക. ആ വഴിയിൽ തന്നെ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതൊന്ന് ഏറ്റെടുക്കണം. ആ വചനം, ആ ദൂതൊന്ന് ഏറ്റെടുക്കണം. ഇന്നലെ ഭാര്യയും ഭർത്താവും, ഇന്നലെ മകന് കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് വന്ന വഴിയുണ്ടല്ലോ, നീ ചുമടെടുത്തുകൊണ്ടൊരു വഴിയുണ്ടല്ലോ, നീ തകർന്നെന്ന് പറഞ്ഞൊരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ തന്നെ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിരിക്കുകയാ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, PMG ചർച്ചിനോട് ദൈവാത്മ പറയുന്നൊരു കാര്യമുണ്ടോ? ഇനി തല കുനിച്ച് നടക്കുന്ന വർഷമല്ല, ഇനി നീ തല ഉയർത്താൻ പോകുകയാ. നീ തല ഉയർന്നു നിൽക്കുന്ന വർഷമായി മാറാൻ പോകുകയാ. ഞാൻ നിന്റെ തലയെ ഉയർത്താൻ പോകുകയാ. നീ തല ഉയർത്താൻ പോകുകയാ. നീ തല ഉയർത്താൻ പോകുകയാ. അപ്പനല്ലേ, ഒരു മോനല്ലേ ഉള്ളൂ. യാഗം കഴിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ദുഃഖം ഉണ്ടാവുമല്ലോ. അബ്രഹാമേ, നീ ഇന്നലെ തല കുനിച്ചും ഒക്കെ വന്നില്ലേ, ഇനി നീ തല കുനിക്കണ്ട, ഇനി നീ തല ഉയർത്താൻ പോകുകയാ. അതാ വചനം പറയുന്നേ, തല ഉയർത്താൻ. ഒന്ന് പറയാമോ ഈ ശബ്ദം? തലപൊക്ക്. ഒന്ന് പറഞ്ഞ തലപൊക്ക്. ഹല്ലേലൂയ. ഇന്നലെ നീ കുഞ്ഞുമായിട്ട് തല കുനിച്ച് വളരെ പ്രയാസത്തോടെ വേദനയോടെ 3 ദിവസമായി യാത്ര. ആമേ സ്തോത്രം. നീ തല കുനിച്ചല്ലേ വന്നേ, കരഞ്ഞല്ലേ വന്നേ, പ്രയാസത്തിലൂടെ വന്നേ. പക്ഷെ ഇനി ആ ദിവസം ഉണ്ടായിരിക്കത്തില്ല. നീ തല പൊക്കാൻ പോകുകയാ. ഇത് ചില പേഴ്സണൽ കുടുംബങ്ങൾക്കായിട്ട്, ചില വ്യക്തികളോടുള്ള ദൂത. നീ തല പൊക്കാൻ പോകുകയാ. मैं क्या बोल रहा हूं? कुछ व्यक्तियों के लिए, परिवार के लिए परमेश्वर की आत्मा इस बातों को बताने जा रहा है। पिछले दिनों में जहां पर तुम सिर झुकाया, जहां पर तुम रो कर आया, जिस रास्ता में तुम अकेला था, मैं अकेला रो कर आया है, लेकिन परमेश्वर की आत्मा होते हैं, आने वाले दिनों में तू रोने वाला दिन नहीं, सिर झुक कर चलने वाला दिन नहीं, तू सिर उठा कर चलने वाला दिन होगा। दिल्ली में परमेश्वर तेरे सिर को उठाने जा रहा है. कितने लोग आमेन പറയും? എത്ര പേർ ആമേൻ പറയും? ഞാൻ ഇങ്ങനെ പ്രവചിച്ചാൽ എത്ര പേർ അതിനോട് കൂടെ നിൽക്കും? നിന്റെ തലമുറ
തല പൊക്കുന്ന തലമുറയായി തീരും. നിന്റെ തലമുറ ദൈവരാജ്യത്തോട് തല പൊക്കുന്ന തലമുറയായി മാറും. നിന്റെ തലമുറ ഈ ദേശത്ത് തല ഉയർത്തും. നിന്റെ തലമുറ ദേശത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. ഞാൻ ഒരു ചോദ്യം PMG ചർച്ചിനോട് ചോദിക്കട്ടെ. ഇപ്പോൾ അബ്രഹാമിനോട് തല ഉയർത്താൻ പറഞ്ഞത്, അബ്രഹാമിനോട് തല ഉയർത്താൻ അല്ലെങ്കിൽ തല പൊക്കാൻ പറഞ്ഞത് ആര് കാരണമാ? ഇസഹാക്ക് അല്ലേ? ഇസഹാക്ക് തൻ്റെ ഏകജാതനായ മകൻ. അവനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, അബ്രഹാമെ നീ എന്ത് ചെയ്യണം? തല. ഇന്നൊരു ദൂത് ഞാൻ പറയാ, നിന്റെ തലമുറയെ നോക്കി ദൈവം നിന്നോട് പറയും, നിന്റെ തലമുറ മുഖാന്തരം നിന്റെ തലയെ ദൈവം ഉയർത്തും. അതൊരു വാക്തത്വമാ. ചില തലമുറയെ നോക്കി ദൈവാത്മ പറയുന്നു, ആ തലമുറ മുഖാന്തരം മാതാപിതാക്കൾ തൻ്റെ തല ഉയർത്തും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എഴുതി തള്ളിയ ചില കുടുംബത്തിൻ്റെ അകത്ത് ചില വ്യക്തികളുണ്ട്, എന്ന് പറഞ്ഞാൽ തലമുറയുണ്ട്. അവനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, അവനെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ അവരെ നോക്കി പറയുന്നു, ആ തലമുറ മുഖാന്തരം നിന്റെ തലയെ ദൈവം ഉയർത്തും. ദൈവം ഉയർത്തും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അബ്രഹാമിനോട് യഹോവയായി ദൈവം പറയാ, തല പൊക്ക്. എന്നിട്ട് എങ്ങോട്ട് നോക്കണം? പിൻപുറത്തോട്ട് ഒന്ന് നോക്കണം. നമ്മളൊക്കെ ഈ വന്ന വഴി അങ്ങ് മറന്നു പോവുക. നമ്മുടെ ഒരു തെറ്റെന്നറിയാം, വന്ന വഴിയൊക്കെ എന്ത് ചെയ്യും? അങ്ങ് മറന്നു പോകും. ഇപ്പോഴെന്തൊക്കെയോ ആയി എന്നുള്ള ഇപ്പോഴെന്തൊക്കെയോ ആണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ആയി എന്നുള്ള ഒരു ചിന്തയൊക്കെയാ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ വന്ന വഴി എന്ത് പോരുത്, മറക്കരുത്. ജോ रास्ता पर हम आया है वो रास्ता कभी ना भूले. अभी जिस स्थान में पोजीशन में बैठे हैं, हम इसको देखकर पिछले दिनों के, पिछले सालों की, पिछले जिंदगी के रास्ता ना भूले. हालेलुया. जहां से हमें खुदा लेकर आया है उसको याद करके परमेश्वर को तारीफ दे, उसको धन्यवाद दे. हालेलुया. നമ്മൾ വന്ന വഴി ഓർത്തുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കണം. അവൻ ആരാധന കൊടുക്കണം. ഇനി അബ്രഹാം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? തല പൊക്കി പിൻപുറത്തോട്ട് നോക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാം കണ്ട കാഴ്ച തിരുവചനത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, ഈ കാട്ടിൽ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അതെന്നെ എഴുതിയിരിക്കുന്നു സിസ്റ്ററെ? പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. പിടിച്ചിട്ടിരിക്കുക. ഞാൻ ചോദിക്കത്തെ, ഈ ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ ഇവന് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ? എത്ര നാള് കാട്ടിക്കൂടെ പോയതാ? ഈ കാട്ടിൻ്റെ അകത്താ ജീവിതം. പക്ഷെ ഇന്ന് എന്നെ കുടുങ്ങിക്കിടക്കുന്നേ. കുടുങ്ങിയതല്ല, ഇത് കുടുക്കിയിട്ടിരിക്കുക. PMG ചർച്ചിനോട് ദൈവാത്മാവിന്റെ ദൂത് പറയുന്നു, ഇവിടെ ആരാധന നടക്കും. ചിലതിനെയൊക്കെ കർത്താവ് കുടുക്കിയിട്ടിരിക്കുക. ഈ 3 സുവാസ പ്രാർത്ഥന ചിലതിനെ കുടുക്കി ദൈവം. ഇതിന് എക്സ്പീരിയൻസ് ഉള്ളതാ. ഈ കാട്ടുകൊറ്റന് എക്സ്പീരിയൻസ് ഉണ്ട്. ഒത്തിരി ദിവസം ഇതിന് നടന്നതുമായിരിക്കാം, പല പ്രാവശ്യം നടന്നതായിരിക്കാം. പക്ഷെ ഇന്ന് എന്നാ കുടുങ്ങിക്കിടക്കുന്നേ? അത് പറയും, എന്നെ ഞാൻ കുടുങ്ങിയതല്ല, എന്നെ എന്തോ കുടുക്കിയതാ. എന്താ കുടുക്കിയത്? അബ്രഹാമിനോടുള്ള കരുതലാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുക, കൊമ്പ് പെട്ട് കിടക്കുക. ആ കാട്ടിൻ്റെ അകത്ത് കുടുക്കിയിട്ടിരിക്കുക. പരിശുദ്ധാത്മ ദൂത് പറയുന്നു, ദില്ലിക്കകത്ത് അഗോചരവും നീ അറിയാത്തതുമായ ചില ആത്മിക നന്മകൾ, ഭൗതിക നന്മകൾ കർത്താവ് നിനക്ക് വേണ്ടി കുടുക്കിയിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആത്മാവിൽ വെളിപ്പാട് ഞാൻ പറയുന്നു. കാർ പാർക്കിങ്ങും സ്തോത്രം 500 പേർ ഇരിക്കാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം ബിൽഡിംഗ് കർത്താവ് ഈ സഭയ്ക്ക് വേണ്ടി കുടുക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിൽ അത് വിശ്വസിക്കും? ഞാൻ പറയുന്നു, ആരാധന നടക്കും, യാഗം നടക്കും, യാഗം നടക്കും. പക്ഷെ ഒരു കാര്യം നോക്കിക്കോ, ഈ യാഗം നടക്കും, ആരാധന നടക്കും. നീ ഒടുവിലായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ദൈവം നിന്നോട് പറയുന്നത്, തലപൊക്കി പിൻപുറത്തോട്ട് നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. വീണ്ടും ഇന്നലത്തെ രാത്രി അതേ ദൂത് തന്നെ ദൈവാത്മ വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇതിന്റെ അതിരിനെ കർത്താവ് വിസ്താരമാക്കും. ഇതിന്റെ സീമകളെ കർത്താവ് മാറ്റും. സൗത്ത് ഡൽഹിയുടെ ഹൃദയ ഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന നിലയിൽ ഇതാ കർത്താവ് ചിതിനെ കുടുക്കിയിട്ടിട്ടുണ്ട്.
ചിലതിനെ കർത്താവ് കുടുക്കിയിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമാ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് വെളിപ്പാടിൽ കാണാൻ പറ്റുമോ? അത് बहन परमेश्वर आपके लिए कुछ इंतजाम कर दिया है. आपके लिए परमेश्वर कुछ इंतजाम कर दिया है. ओ तुम्हारे लिए परमेश्वर ने कुछ फंसाया हुआ है. तुम्हारे लिए परमेश्वर ने कुछ इंतजाम कर दिया हुआ है. तुम अपनी आंखों से देखे, तुम अपनी आत्मा की आंखों से देखे, तुम अपनी आत्मा की आंखों से देखे. मैं तेरे लिए ओ कुछ खोला हुआ है. कुछ रास्ता को मैं तेरे लिए खोला हुआ है. ओ कोई रोक नहीं सकता. अभी तक किसी के लिए भी ऐसा इंतजाम नहीं हुआ. मैं तेरे लिए एक इंतजाम कर दिया है. തിരുവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് കർത്താവിന്റെ കരുതൽ നമുക്ക് കാണാൻ പറ്റും. ഏലിയാവിനെ കരുതിയ കർത്താവ്. എന്താ, എല്ലാം തീർന്നു. കെരീത്ത് 4 ആമേ സ്വന്തം തോട്ടിന്റെ അവിടെ പോയി എന്താ പറഞ്ഞേ? ഒളിച്ചിരിക്കാനാ പറഞ്ഞേ. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ, ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ആ വെള്ളവും വറ്റി. സ്തോത്രം. പക്ഷെ കാക്കയുടെ വരവും നിന്നു. അവിടെ കാക്കയെ കൊണ്ട് കർത്താവ് തൻ്റെ ഭക്തനെ കരുതി. ആമേൻ, സ്തോത്രം. അവിടെ നിന്നും നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് കർത്താവ് ഇതാ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി സീസൺ മുഖാന്തരം സീസൺ കർത്താവ് ഒരുക്കുന്ന ദൈവമാ. അവൻ കരുതുന്ന ദൈവമാ. അവൻ കരുതുന്ന ദൈവമാ. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ നീ ആശ്രയിക്കുന്നതാ. ഞാൻ വേഗത്തെ തിരുവനന്തപുരം മടങ്ങി വരട്ടെ. അബ്രഹാമിത തലപൊക്കി നോക്കി. അവൻ കണ്ടതെന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. കാട്ടിൽ പിടിപെട്ടി കിടക്കുന്ന കാട്ടുകോമറ്റിനെ കാണുവാനിടയായി. എന്നിട്ട് തിരുവചനം പഠിപ്പിക്കുന്നത് അതിനെ എന്ത് ചെയ്യണം? പിടിച്ചു. തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആരാധന നടന്നോ? ആമേൻ, സ്തോത്രം. മകനെ ആ യാഗപീഠത്തിൽ നിന്ന് കെട്ടഴിച്ചെണീപ്പിച്ചു. അവിടെ ഇതാ കാട്ടുകൊമ്പനെ വെച്ചു. അവിടെ യാഗം നടന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സ്റ്റെപ്പും പരാജയപ്പെടത്തില്ല. വിശ്വാസത്താൽ. मैं क्या बोल रहा हूं? विश्वास के साथ जो स्टेप आप आगे रखते हैं वो कभी भी हारेगा नहीं. उसमें परमेश्वर की इंतजाम देखा जाएगा. പരിശുദ്ധാത്മ വീണ്ടും അതാ ഓർപ്പിക്കുന്നേ. ഞാൻ നിനക്ക് വേണ്ടി ചിലതിനെ കരുതിയിരിക്കുക. നീ വിചാരിക്കുന്നത് ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാ. നീ വിചാരിക്കുന്നത് ഇതെന്റെ കയ്യിൽ നിന്ന് പോകുമെന്നാ, അല്ലെങ്കിൽ ഇത് തീരുമെന്നാ. പക്ഷെ കർത്താവിന്റെ വിചാരം ഇത് തീരത്തില്ല. ഇതിന് പകരം വേറൊന്ന് കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുക. വേറൊന്ന് കർത്താവ് കരുതാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയ ആരാധന വീടിൻ്റെ അകത്ത് തുടങ്ങിയപ്പോൾ 3 പേര്. ആ വീട് നിറഞ്ഞു. പിന്നെ ഒരു കട വാടകയ്ക്ക് എടുത്തു. അതെടുത്തപ്പോൾ അതും നിറഞ്ഞു. ഞാൻ കർത്താവിനോട് ഇനി എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു വേറൊരു ഓഡിറ്റോറിയം എടുക്കാൻ. അതും എടുത്തു. അത് 200 പേർക്ക് ഇരിക്കാന്നാ. അതും നിറഞ്ഞു. ഇപ്പോൾ എടുത്തിരിക്കുന്ന 500 പേർക്ക് ഇരിക്കാന്നാ. ദൈവത്തിന് സ്വന്തം. ഞാൻ എന്താ പറഞ്ഞത്? കരുതുന്ന ദൈവമാ. അവൻ. ഹല്ലേലൂയ. ഈ യുവാസ പ്രാർത്ഥന ഒടുവിലത്തെ ദിവസം കർത്താവ് പരിശുദ്ധാത്മാവൻ ഇങ്ങനെയാ പറയുന്നത്, അവൻ PMGക്ക് കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിനെ റിസീവ് ചെയ്യും? അവൻ കരുതിയിട്ടുണ്ട്. ഈ കരുതിയിട്ടുണ്ടെന്ന് പറയാൻ എളുപ്പമാ അല്ലേ? കരുതിയിട്ടുണ്ടെന്ന് പറയാൻ എളുപ്പവും അത് കേൾക്കാനും എളുപ്പമാ. പക്ഷെ അതിന്റെ പുറകോട്ടൊന്ന് ചിന്തിച്ചേ. എന്തേരെ ചുമടെടുത്തോണ്ട് വന്നേ അല്ല, എന്തേരം ചുമടെടുത്തോണ്ടാ വന്നേ? എത്ര വേദനയോടെ വന്നേ? 3 ദിവസത്തെ യാത്രയാ. ഇവിടേക്ക് എത്തിപ്പറ്റിയത് എങ്ങനെയാണെന്നറിയാമോ? എത്ര കഷ്ടത അനുഭവിച്ച് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ എത്തി നിൽക്കുന്നതോ ഇതൊന്നും അല്ല, ഇതിലും വലുത്, ഇതിനും ഒരു പ്രൊമോഷനായി കർത്താവ് വീണ്ടും കരുതാൻ വേണ്ടി പോകുകയാ. വീണ്ടും കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാ. യേശുവിൻ നാമത്തിൽ വീണ്ടും കർത്താവ് മുൻപോട്ട് ഉയർത്താൻ വേണ്ടി പോകുകയാ. അവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് തല പൊക്കി നോക്കിയാൽ, ഒരുമിച്ച് തല ഉയർത്തി നോക്കിയാൽ 2025 2025 കഴിയുന്നതിന് മുന്നേ നീ തല പൊക്കി ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നീ കാണാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ചില തലകൾ ഉയരട്ടെ, ചില തലകൾ പൊങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ കരുതിയിരിക്കുന്ന കരുതല. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന്
ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുന്നമേ എൻ്റെ കർത്താവ് എൻ്റെ തലയെ ഉയർത്തിയിരിക്കുക. ഞാൻ ഇതിൻ്റെ അകത്തൊരു ദൂതും കൂടെ ഞാൻ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യോസഫ്, ദൈവത്തിന് സ്തോത്രം, ദർശനം പ്രാപിച്ചിരിക്കുന്ന യോസഫ അല്ലേ? അകത്ത് ദർശനമുണ്ട്. ഇപ്പൊ കിടക്കുന്ന ഇപ്പൊ എവിടെയാ? പൊട്ടക്കിണറ്റില. ദർശനമുണ്ട്, പൊട്ടക്കിണറ്റില. ദൈവത്തിന് സ്തോത്രം. കംപ്ലൈന്റ് ചോദിച്ചു ദൈവത്തോട്. കിടക്കുന്ന പൊട്ടക്കിണറ്റില. പക്ഷെ അകത്തുള്ള ദർശനം ഏതാ? രാജാവിൻ്റെ മന്ത്രി കസേരയാ. ദർശനം ഏതാ? മന്ത്രി കസേരയാ. കിടക്കുന്ന എവിടെയാ? എന്തൊരു വിരോധവാസം അല്ലേ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു മന്ത്രിയാക്കാം, മന്ത്രി കസേര ഇരുത്താം, പക്ഷെ കിടപ്പ് പൊട്ടക്കിണറ്റില. കിടപ്പ് പൊട്ടക്കിണറ്റില. ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ, കിടക്കുന്നത് പൊട്ടക്കിണറ്റിലാണെങ്കിലും ദർശനത്തിനൊരു ഭംഗവും വന്നിട്ടില്ല. നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. കിടക്കുന്ന പൊട്ടക്കിണറ്റില, പക്ഷെ തന്നവൻ ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഇതിനകത്ത് പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നാളുകൾക്ക് മുമ്പേ ദർശനം പ്രാപിച്ച ചില ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, ചില വെളിപ്പാട് പ്രാപിച്ചിരിപ്പുണ്ട്. അവർ നോക്കുന്ന എന്തെന്നറിയാമോ? ഒന്ന് കേൾക്കണേ. അവർ നോക്കുന്നതും പറയുന്നതും പരിസരത്തെ നോക്കിക്കൊണ്ടാ പറയുന്നേ. എൻ്റെ ദർശനം ഇതാ, പക്ഷെ ഞാൻ കിടക്കുന്നത് എവിടെയാ? എൻ്റെ ദർശനം ഇതാ, പക്ഷെ ഞാൻ ഇരിക്കുന്നു ശൂന്യതയിലാ. എൻ്റെ ദർശനം ഇതാ, പക്ഷെ ഞാൻ നിൽക്കുന്നു ശൂന്യതയിലാ. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ ശൂന്യതയായിരിക്കട്ടെ, ദർശനം ചെന്നത് ഞാനല്ലേ. ദർശനം തന്നത് പ്രിയ ദാസനെ, ഇത് നേരിട്ടെടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാ. ഇത് ഞാനാ തന്നത് ദർശനം. ഞാനാ നിങ്ങളോട് പറഞ്ഞതാ, ഞാനാ നിങ്ങളോട് അരുളി ചെയ്തതാ, ഞാനാ നിങ്ങളോട് പ്രവചിച്ചതാ, ഞാനാ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതാ. ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനെ നോക്കണ്ട, ഇപ്പോൾ നിന്റെ അവസ്ഥയെ നോക്കണ്ട, ഇപ്പോൾ നിന്റെ പരിസ്ഥിതിയെ നോക്കണ്ട. ഇത് പൊട്ടക്കിണറായാലും നിന്നെ ഇരുത്താൻ കൂടെയുള്ളവൻ. ആ കുടുംബത്തിന്റെ മേൽ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. എല്ലാവരും നിന്നെ തള്ളിയാലും, എല്ലാ കൈകളും നിനക്ക് വിരോധമായി മാറിയാലും, എല്ലാവരും നിന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടാലും, എല്ലാവരും നിന്നെ ത്യജിച്ചാലും, ദർശനം തന്നവൻ കൂടെയുണ്ട്. ഈ കുടുംബത്തിനോട് വലിയൊരു പദ്ധതി ദൈവത്തിന് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളോട് വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഒരു കാര്യം പറയാം, ഇരുന്നാട്ട് എല്ലാ കരവും വിരോധമാ, എല്ലാ കരവും വിരോധമാ. പക്ഷെ യോസഫിനറിയാം, എനിക്ക് ദർശനം തന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരു കാര്യം എപ്പോഴും പറയേ, ഈ കർത്താവ് ഉയർത്താൻ വേണ്ടി നോക്കുമ്പോഴേ ചിലപ്പോൾ ഏറ്റവും താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും? വിടും. ഏറ്റവും അത് ദൈവത്തിൻ്റെ ഒരു പോളിസിയാ. അങ്ങനെ പാസ്റ്റർ അങ്ങനെ പറയാൻ പറ്റുന്നത്? കർത്താവ് യഹോവയായ ദൈവം തൻ്റെ പുത്രനെ ഉയർത്താൻ നോക്കിയില്ലേ? ആ ഉയർത്തുന്നതിന് മുന്നമേ അവന് ഏറ്റവും താഴെ, നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കണം, അവന് ഏറ്റവും താഴെ. ഈ ഏറ്റവും താഴെ വരുമ്പോൾ ഓർത്തോണം, ഏറ്റവും ടോപ്പിൽ വരാൻ വേണ്ടി പോകുക. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? परमेश्वर के पवित्र वचन में इस प्रकार की बात लिखा, परमेश्वर अपने पुत्र एक लोग पुत्र यीशु मसीह को आमीन ऐसे शून्य कर दिया. हालेलुया. ഈ സംസാർ पर കർത്താവ് തൻ്റെ പുത്രനെ ഏറ്റവും താഴെ, പക്ഷെ തിരുവചനം വായിക്കുന്നത് ഏറ്റവും മേലായ നാമം നൽകിയെന്ന. എൻ്റെ പ്രിയ ജനമേ, നമ്മൾ എവിടെ താഴ്ന്നെന്ന് ചിന്തിക്കുന്നോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയരുത്, സാത്താന എന്നെ താഴ്ത്തേന്ന്, സാത്താന എന്നെ താഴ്ത്തുന്നെന്ന്. ഇങ്ങനെ ചിന്തിച്ചോണം, കർത്താവ് എന്നെ താഴ്ത്തുകയാ. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചർച്ചിൽ നിന്ന് 40 പേരെ സ്തോത്രം ഞാൻ ഇവിടെ കേരളത്തിൽ കൊണ്ടുപോയി, കേരളം കാണിക്കാനായിട്ട്. അവരെല്ലാം കൊണ്ടുപോയി കണ്ടെല്ലാം ഭയങ്കര സന്തോഷമായി. ഒടുവിലായിട്ട് ഈ സമുദ്രം കാണിക്കാൻ കൊണ്ടുപോയി. ഈ എന്നാ പറയുന്നത്, സമുദ്രം കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ ഒത്തിരി ദൂരേന്നേ സമുദ്രം കണ്ടപ്പോൾ ചിലരൊക്കെ കാറാൻ തുടങ്ങി.
പേടിയാ, ഇത്രയും പാനീയോ, ഇത്രയും വെള്ളമോ. എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ രാവിലെ തയ്യാറായി നിൽക്കണം, നമുക്ക് സമുദ്രം കാണാൻ വേണ്ടി പോകുക. 6 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകുന്ന ഡ്രസ്സൊക്കെ ധരിച്ച് വെച്ച്. ഞാൻ പറഞ്ഞു ഈ പരിപാടി നടക്കത്തില്ല, അവിടെ വെള്ളത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞ് സാധാ ഡ്രസ്സ് ഇട്ടു. എല്ലാവരും പോയി അവിടെ നോക്കിയ സമുദ്രം ലഹര ഇങ്ങനെ അടിക്കുന്നു. ഭയങ്കര പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ തിരമാലകളും ഈ മുൻപോട്ട് അടിക്കുന്നതിന് മുന്നമേ ഇതെന്ത് ചെയ്യും, പുറകോട്ട് പോകും. ദൈവത്തിന് സ്തോത്രം. ഓരോ തിരമാല ശ്രദ്ധിക്കണം. ഇനി ഈ വെള്ളമുണ്ടല്ലോ, എത്രയും പുറകോട്ട് പോകുന്നു അത്രയും ശക്തിയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആൻറ്റി ആ ദൂത് ആൻറ്റി ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ. ആൻറ്റി ഇത് നേരിട്ട് എത്രയും പുറകോട്ടാണ് പോകുന്നത് അത്രയും ശക്തി പ്രാപിച്ചായിരിക്കും മുന്നോട്ട് വരുന്നത് യേശുവിന്റെ നാമത്തിൽ. അപ്പോഴേ ഈ കരയിൽ നിൽക്കുന്ന മണലും കരയിൽ നിൽക്കുന്ന ചെറിയ ചെറിയ ഈ ഞണ്ടും ഈ മീനൊക്കെ പറയും, അയ്യോ രക്ഷപ്പെട്ടു, അവൻ പുറകോട്ട് പോയി. അവൻ എന്ത് ചെയ്തു? പുറകോട്ട് പോയി. എൻ്റെ പ്രിയ സഹോദരന്മാരെ, പുറകോട്ട് പോകുന്നത് പേടിച്ചിട്ടല്ല, പുറകോട്ട് പോകുന്നത് തകർന്നിട്ടല്ല, പുറകോട്ട് പോകുന്നത് മുന്നോട്ടുള്ള ആയത്തിന്റെ ശക്തി കൂട്ടാനാ. ഹേ ദുരാത്മ മണ്ഡലത്തോട് കൽപ്പിക്ക, ഞാൻ നിന്നെ പേടിച്ചിട്ടല്ല. അന്ധകാര ശക്തിയോട് കൽപ്പിക്ക, ഞാൻ നിന്നെ നോക്കി പേടിച്ചിട്ടല്ല. ഞാൻ വീണ്ടും അതിശക്തിയോടെ ഇതിന്റെ അകത്ത് അതിശക്തിയോടെ നീ മുൻപോട്ട് വരാൻ പോകുകയോ, അതിശക്തിയോടെ നീ മുൻപോട്ട് വരും. യോസേഫ് പറയും, എന്റെ ദർശനം കസേരയാ, എന്റെ ദർശനം ഉയർച്ചയാ, പക്ഷെ ഞാൻ കിടക്കുന്ന അടിത്തട്ടിലാ. ഈ പൊട്ടക്കിണറ്റിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, ഈ പൊട്ടക്കിണറ്റിനെ അമർത്തി വെക്കാൻ പറ്റത്തില്ല, ഈ പൊട്ടക്കിണറ്റിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ദർശനമുള്ളവനെ തൊടാൻ പറ്റത്തില്ല, ദർശനമുള്ളവനെ ബന്ധിക്കാൻ പറ്റത്തില്ല, ദർശനമുള്ളവനെ പിടിക്കാൻ പറ്റത്തില്ല, ദർശനമുള്ളവനെ തടയാൻ പറ്റത്തില്ല, ദർശനമുള്ളവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. ദർശനമുള്ളവൻ പുറത്തു വരും, ദർശനമുള്ളവൻ പുറത്തു വരും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദർശനമുള്ളവനെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആ ദൂത് പറഞ്ഞ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിനകത്തിട്ടു. പൊട്ടക്കിണറ്റിൽ കിടന്നെങ്കിൽ യോസഫിന്റെ ദർശനം മുഴുവൻ കർത്താവിന്റെ വാഗ്ദത്തമാ. എന്നിട്ട് ഈ യോസഫിനെ പൊട്ടക്കിണറ്റിലുണ്ടായ കാരണം എന്താ? സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാ. യോസഫിന്റെ മനസ്സിന്റെ അവസ്ഥ ചിന്തിച്ച് നോക്കണേ. യോസഫിന് എപ്പോഴും സഹോദരന്മാരുടെ ഭയങ്കര സ്നേഹമാണ്. ആമേ സ്വന്തം യോസഫ് സഹോദരന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ സഹോദരന്മാർ യോസഫിനെ കുറിച്ച് ചിന്തിച്ചോ? എപ്പോഴും അവർക്ക് ആ വിഷയം ഉണ്ടാകുന്നത്. ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെപ്പോഴും ചതിവൊക്കെ പറ്റും. രാമൻ പറയാമോ? मैं क्या बोल रहा हूं? अगर कोई एक व्यक्ति दूसरे के भलाई चाहता है, दूसरे के बढ़ोतरी चाहता है, हमेशा उनको ही धोखाई मिलता है. कितने लोग हमें बोलेंगे? ഒരു വ്യക്തി മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത് വിഷയം. യോസഫിന് ഇതാ പറ്റിയത്. യോസഫ് അവർക്ക് ആഹാരം കൊടുക്കാൻ പോയതാ. അവരെല്ലാം കൂടെ പിടിച്ച് അവൻ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിനകത്തിട്ടു. ഞാൻ ഒരു കാര്യം പറയാം. യോസഫ് വിളിച്ചു പറയും, സഹോദരാ, ആമേ സ്വന്തം പൊട്ടക്കിണറേ, എൻ്റെ ദർശനത്തെ നിനക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവസഭയോട് കൈമാറാനുള്ള ദൂത് ഗുഡ്ഗാവിൽ ദൈവത്തിനോട് ആത്മാവിൽ എന്നോട് ഒരു വേർഡ് ഇങ്ങനെ തരിക, അതിശക്തിയോടെ തിരിച്ചു വരും യേശുവിന്റെ നാമത്തിൽ. ആ ദേശത്തൊരു കൊയ്ത്തുണ്ട്, ആ ദേശത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ പൊട്ടക്കിണറ്റിനെ ആമേ സ്തോത്രം ദർശനത്തെ തടയാൻ പറ്റത്തില്ല. ഇതാ യോസഫ് പുറത്തു വരികയാ. ഒരു കാര്യം ഉറപ്പാ, ദർശനമകത്തുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിന്റെ മുൻപിൽ നമസ്കരിക്കാൻ തുടങ്ങും. നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ തുടങ്ങും. ഞാൻ ചോദിക്കട്ടെ, യോസഫ് നീ പൊട്ടക്കിണറ്റ് കണ്ട് പേടിച്ചോ? ഇല്ല. സഹോദരന്മാരെ കണ്ട് പേടിച്ചോ? ഇല്ല. അതെന്നെ പേടിക്കാത്ത ദർശനമുണ്ടെന്നേ. ദർശനമുണ്ട്. എന്തെല്ലാം വന്നാൽ എൻ്റെ അകത്ത് ദർശനമുണ്ട്. എൻ്റെ അകത്തൊരു, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം തന്ന.
ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട്. അത് നിവൃത്തീകരിക്കാൻ എത്ര വർഷം എടുത്തെന്നറിയാവോ? ആദ്യം ഈ ദർശനം കണ്ട് ജമ്മു കാശ്മീരിൻ്റെ പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വാഹനത്തിൽ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല. പൂഞ്ച് മെൻഡർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ നോക്കിയാൽ അറിയാം. പകല് പോലും തീവ്രവാദികൾ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. ചെന്നിറങ്ങി 2 ദിവസം കഴിയുമ്പോൾ പകല് ഫയറിങ് നടക്കുക. സ്തോത്രം. ദർശനം എന്താ? ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് കാണുന്നത് എന്നാ? ഫയറിങ്ങാ. ആമേൻ സ്തോത്രം. പേടിച്ച് ഈ ഒരു ദിവസം ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആമേൻ സ്തോത്രം, എവിടെ നിന്നൊരു പട്ടി വന്നിട്ട് ഞങ്ങളുടെ മുൻപോട്ട് വഴി തടഞ്ഞു നിൽക്കുക. ഈ പട്ടി എന്ത് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് വിടുന്നില്ല. കാലുകൊണ്ട് തൊഴിക്കുന്നു, കല്ലുകൊണ്ട് എറിയുന്നു, പട്ടി മുന്നോട്ട് വിടുന്നില്ല. ഒരു വളവാ. കുറച്ച് കഴിയപ്പോൾ എന്താ പറയുക, അവിടുന്ന് ഫയറിങ് തുടങ്ങി. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഫയറിങ്ങിന് ഒച്ച കേട്ട നിലത്ത് കമന്ന് കിടന്നോണെന്ന്. ഞങ്ങളിങ്ങനെ കമന്ന് കിടന്നു. ഈ മീനെ പിടിച്ച് വെള്ളത്തിലിട്ട് എങ്ങനെയാണെന്ന് അതുപോലെ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാതിലൊരു വചനം തന്നു, നിന്നെ കാക്കേണ്ടത് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്നേ. നിന്നെ കാക്കേണ്ടത് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, നീ എന്തിനാ പേടിക്കുന്നേ? ആമേൻ. അവിടെ നിന്ന് ഞങ്ങൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നേ. എന്നിട്ട് ഒരു മലയാളി ആർമിക്കാർ ഞങ്ങളെ കണ്ടു. ഞങ്ങളോട് എവിടെ പോയത്? അവിടെ പോയത്. അവർ പറയാ AK-47 തോക്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇതിൽ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാ. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലോ? ഞങ്ങൾ പറഞ്ഞു, കരുതുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു തിരുവനന്തപുരംകാരൻ, ഒരു ആർമിക്കാരനാ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇതൊന്നും അല്ല, പരിശുദ്ധാത്മ ദൂത ഞങ്ങൾക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ദർശനം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നീ കേട്ടോണേ, ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ കാണുന്നതെല്ലാം നിനക്ക് വിരോധമായിട്ടായിരിക്കും. നിന്നോട് സംസാരിക്കും നിനക്കെതിരായിട്ടായിരിക്കും. നിന്നോട് പറയും നിനക്കെതിരായിട്ടായിരിക്കും. എല്ലാം എതിരെന്ന് നീ ചിന്തിച്ചോ, അപ്പോൾ ചിന്തിച്ചോണം, ദർശനം തുടങ്ങാൻ സമയമായി. സാഹചര്യങ്ങൾ നിനക്കെതിരായിട്ട് വരുമ്പോൾ, ആൾക്കാർ നിനക്കെതിരായിട്ട് വരുമ്പോൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ നിനക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, ഇതാ ദൂതേറ്റെടുത്തോ, എന്റെ ദർശനം നിറവേറുവാൻ സമയമായി. എൻ്റെ അനുഭവത്തിൻ്റെ ഒരു CD ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എനിക്ക് നൽകി തന്നു. ഒരു ദിവസം രാത്രി വാതിൽ വന്ന് കൊട്ടി. അവിടെയുള്ള ലോക്കൽ ആൾക്കാർ പറഞ്ഞു, ഒരിക്കലും വാതിൽ രാത്രി കൊട്ടിക്കഴിഞ്ഞാൽ തുറക്കരുത്. അബദ്ധത്താൽ തുറന്നു. ഞങ്ങളോട് ചോദിച്ചു, തും ഹേ കോൻ ഹേ? ഞാൻ നോക്കുമ്പോൾ ഗോലിയാത്തിനെ പോലെ 2-3 പേരിങ്ങനെ നിൽക്കുക. ഇങ്ങനെ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ആപ് ലോഗ് ക്യോ യഹാ പർ ആയാ ഹേ? ഞങ്ങൾ പറഞ്ഞു, हम बच्चों को पढ़ाने के लिए टीचर्स मास्टर लोग हैं. आमीन. സഹി ബാത്ത് ഹേ. മേ ബോല സഹി ബാത്ത് ഹേ. ലേക്കിൻ എന്നാൽ പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു. അവരായിരുന്നു, പേടിയുണ്ടായിരുന്നു. ദൈവത്തെ സ്തോത്രം. തോക്കൊക്കെ എടുത്ത്, അവരെ തോക്കുണ്ടെന്നും അറിയാൻ പറ്റത്തില്ല. വലിയൊരു ലോഹ പോലെ ഇട്ടിരിക്കുക, അതിൻ്റെ അകത്ത് മുഴുവൻ ഇട്ടിരിക്കുന്നത്. ആമേ സ്തോത്രം. അവരെന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ ജി ഹേ ഇസ്ലാം ചോड़ दिया है. हालेलुया. लेकिन उनको क्या पता मास्टर जी नहीं है, पास्टर जी है. हालेलुया. ദൈവത്തിന് സ്തോത്രം. മാസ്റ്റർ ജി को प्रोटेक्शन नहीं है, पास्टर जी को स्वर्गदूत के. എത്ര പേർ ആമേൻ പറയാം? ഹല്ലേലൂയ. ആമേൻ. പാസ്റ്ററിനെ ആമേൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദൂതന്മാരുണ്ടെന്ന് വല്ലതും അറിയാവോ? ദൈവത്തിന് സ്വന്തം ദൂതന്മാർ കൂടെ ഉണ്ട്. ആമേൻ. യോസഫിൻ്റെ അകത്ത് ദർശനമുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ഇപ്പൊ വിശ്വാസികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ, നിനക്ക് വേറെ പണിയില്ലാരും ചോദിക്കും. മെൻഡറൊന്നും സ്ഥലത്ത് പോകാനായിട്ട് 2-3 പ്രാവശ്യം എൻ്റെ മാതാപിതാക്കൾ തിരിച്ചു വിളിച്ചു, കേരളത്തിൽ നല്ല സഭ തരാം. ആമേൻ സ്തോത്രം, നല്ല സഭ കിട്ടും. ഞാൻ പറഞ്ഞു, ദർശനം തന്നവനെയാണ് എനിക്ക് സന്തോഷിപ്പിക്കേണ്ടത്. ഒത്തിരി കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ അനുഭവിച്ചുവെങ്കിലും ഇന്നെനിക്ക് തൻ്റെ ഇടത്തോടും വിശ്വാസത്തോടും സന്തോഷത്തോടും പറയാൻ കഴിയും, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ സ്വർഗം എനിക്ക് കൃപ നൽകി. വില കൊടുത്തു. ആമേൻ. വില കൊടുത്തു. ഞാൻ എന്താ പറയുന്നത് അറിയാമോ? ദർശനമുണ്ടെങ്കിൽ നീ ജയിക്കും. ഇപ്പോൾ യോസഫേ ഈ മന്ത്രിക്കസരി ഇരിക്കുക. ഇപ്പൊ മുന്നിൽ വന്നു നിൽക്കുന്ന ആരാ? ഇവനെ അടിച്ച് പൊട്ടക്കിണറ്റില് ഇട്ട ആൾക്കാരാ വന്നു നിൽക്കുന്നേ. ആമേൻ സ്തോത്രം. എന്നിട്ടേ ഇവന്റെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. യോസഫിന് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ഒന്നേ ഉള്ളു കേട്ടോ, ദർശനമുണ്ട് എൻ്റെ അകത്ത്. ഇയ്യോബിന്റെ ജീവൻ നോക്കിക്കേ. ഇത്ര വ്രണങ്ങൾ ശരീരത്തിൽ വന്നിട്ടും, സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിച്ചിട്ടും, ആമേ സ്തോത്രം, തള്ളിപ്പറഞ്ഞിട്ടും, തൻ്റെ കൂട്ട സ്നേഹിതന്മാർ തന്നെ ആമേ സ്തോത്രം വാക്കുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് ആമേ മുറിവേൽപ്പിച്ചെങ്കിലും, ആമേ ഇയ്യോബ് എന്തുകൊണ്ട് ദൈവത്തെ പറയാഞ്ഞത്? അയ്യോബ് പറയും, എനിക്കൊരു ദർശനമുണ്ട് അകത്ത്, എനിക്കകത്തൊരു ദർശനമുണ്ട്. ഞാൻ പറയട്ടെ, ശരീരത്തിൽ വ്രണം വന്നേക്കാം, ശരീരത്തെ പുഴുവരിച്ചേക്കാം.
പക്ഷെ ദർശനത്തെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇല്ല, കഴിയത്തില്ല. ഇനി ഈ വചനം ഒന്ന് ഏറ്റെടുത്തോണം. നിന്റെ മേലുള്ള വാക്തത്വം, ചില പ്രവചന ദൂതുകൾ, ചില പ്രവചന വാക്കുകൾ, ഇതാ അതൊരു തളിർപ്പായി മാറാൻ പോകുകയാ. അതൊരു തളിർപ്പായി മാറാൻ പോകുകയാ. അതൊരു ദൈവപ്രവൃത്തിയായി മാറാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വായിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അബ്രഹാമിനോട് ദൈവം പറയുക, ഇറങ്ങിക്കോ, എല്ലാം വിട്ട് ഇറങ്ങിക്കോ. അബ്രഹാമിനോട് പറയാ, എല്ലാം വിട്ട് ഇറങ്ങിക്കോ. അബ്രഹാം ചോദിച്ചു കാണാം, ഞാൻ ഇറങ്ങിക്കോളാം, പക്ഷെ ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? കർത്താവ് പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന. കാണിച്ചോ. നമ്മളാണ് പറയും, ആ സ്ഥലത്തിന്റെ പേരൊന്ന് പറയും, അറ്റ്ലീസ്റ്റ് ഗൂഗിളിലെങ്കിൽ ഒന്ന് അടിച്ച് ഒന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. എങ്ങോട്ടാ പോകേണ്ട റോഡുണ്ടോ, വഴിയുണ്ടോ, എന്തൊക്കെ നോക്കാം. പക്ഷെ കാണിച്ചോ? ഇല്ല. കർത്താവ് പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ദൈവത്തിനു വേണ്ടി എല്ലാം വിട്ടിറങ്ങിയ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതും. അവൻ കരുതുന്നേ. നീ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും വിട്ടിറങ്ങിയാൽ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. എന്തെങ്കിലും കർത്താവിന് വേണ്ടി നീ വിട്ടാൽ അവൻ നിനക്ക് വേണ്ടി കരുതും. എല്ലാം കർത്താവ് കൊടുത്ത ദർശനത്തിന് വേണ്ടി അബ്രഹാം വിട്ടപ്പോൾ ഇത് അബ്രഹാമിന്റെ മകന് വേണ്ടി ദൈവം കരുതി തുടങ്ങി. അവൻ കരുതുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കരുതി കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോടുള്ള ഉടമ്പടി ഒരിക്കലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ आमेन അത് തകർക്കരുത്. परमेश्वर के साथ जो भाज आपने बांधा है वो कभी तोड़ने की कोशिश ना करे. കർത്താവിനോട് ചെയ്ത ഉടമ്പടി അതൊരിക്കലും അതിന്ന് മാറരുത്. परमेश्वर के साथ जो प्रॉमिस आपने किया है वो प्रॉमिस विश्वास के स्टेप पीछे ना रखे, आगे क्यों रखे. परमेश्वर के साथ जो विश्वास के कदम आपने रखा है ये कभी पीछे को ना हो, आगे को जाए. एक वचन में आपके सामने रखकर फिर से मैं आपके लिए प्रार्थना करने के लिए जा रहा हूं. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധിച്ചേ. അബ്രഹാം ആ കാട്ടുകൊറ്റനെ പിടിച്ചുകൊണ്ട് ഇതാ ആ വേദിയിൽ അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ മേൽ യാഗം വെച്ചു. ഇനി അബ്രഹാം ചെയ്ത പ്രവചന നിവൃത്തിത. മുകളിലോട്ട് നോക്കിയപ്പോൾ ആൾക്കാർ നോക്കിയപ്പോൾ കണ്ടെന്നറിയാമോ? അബ്രഹാം തന്നെയല്ല വരുന്നത്, പിന്നെ കൂടെ ആരുണ്ട്? ഇസഹാക്കും കൂടെയുണ്ട്. അബ്രഹാം ഇവരോട് പറഞ്ഞു പോയത് എന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. സ്തോത്രം. ഇപ്പോൾ അബ്രഹാം തന്നെയല്ല വരുന്നത്. ആരുടെ കൂടെ വരുന്നേ? പറ. ഇസഹാക്ക്. രണ്ടുപേരും ആരാധന കഴിഞ്ഞ് മടങ്ങി വരികയാ. യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിനകത്ത് ചെന്നപ്പോൾ യാഗം നടന്നില്ലേ? ഇസഹാക്കിന് യാഗം കഴിക്കാനല്ലേ പോയത്, പക്ഷെ അത് നടന്നില്ലേ? അബ്രഹാം പറഞ്ഞു, യാഗവും നടന്നു, മോനും തിരിച്ചു വന്നു. ഹല്ലേലൂയ. ആൾക്കാർ ചോദിക്കുന്നത് നിന്റെ ജോലി പോയെന്നല്ലേ? ആൾക്കാർ ചോദിക്കുന്നത് നഷ്ടപ്പെട്ടെന്നല്ലേ? ആൾക്കാർ ചോദിക്കുന്നത് അത് എന്തുകൊണ്ടായെന്നല്ലേ? പക്ഷെ ഒരു കാര്യം, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവാത്മാവിൽ നിങ്ങൾ വിളിച്ചു പറയണം, പോയതിനെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. ഇത് പോകാൻ കർത്താവ് സമ്മതിച്ചുമില്ല. കർത്താവ് എനിക്ക് തിരിച്ചു തന്നെന്ന യേശുവിൻ നാമത്തിൽ അവർ തിരിച്ചു തന്നു. യേശുവിൻ നാമത്തിൽ ഇതാ അബ്രഹാം ഇസഹാക്കും വളരെ വേദനയോടെ വിറക് ചുമടുകൊണ്ട് ആമേൻ സ്തോത്രം മോറി ആ മല കയറിയ അവരിതാ സന്തോഷത്തോടും നൃത്തത്തോടും ആരാധനയോടും തിരിച്ചു വരികയാ. അവർ തിരിച്ചു വരികയാ. പോയപ്പോൾ അബ്രഹാമിന്റെ മുഖത്ത് ക്ഷീണമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഇസഹാക്കിന്റെ മുഖത്ത് ദുഃഖമുണ്ടെങ്കിലും ഇസഹാക്കിന്റെ ഹൃദയത്തിനകത്ത് ചോദ്യചിഹ്നമുണ്ട്. എവിടെ യാഗവസ്തു എന്നുള്ള ചോദ്യചിഹ്നമുണ്ടെങ്കിലും ഇതാ തിരിച്ചു വരുന്ന പിതാവും ആമേൻ മകനും കൂടെ തിരിച്ചു വരുന്ന എങ്ങനെയാണെന്നറിയാമോ? നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരികയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ 4 മാസം 5 മാസം 1 വർഷമായിട്ട് മാതാവും പിതാവും മക്കളും കൂടെ ഒരുമിച്ച് ദുഃഖത്തോടെ യാത്രയില്ലേ? ആ ദുഃഖത്തോടെ വലിയ വേദനയോടെ കടന്നുപോയ ആ വഴിയില്ലേ? ഇനി നിങ്ങൾ തിരിച്ചു വരുന്നത് എങ്ങനെയെന്നറിയാമോ? നൃത്തത്തോടെ ആയിരിക്കും, സന്തോഷത്തോടെ ആയിരിക്കും, വേദനയോടെ ആകത്തില്ല കേട്ടോ. വളരെ സന്തോഷത്തോടെ കടന്നു വരാൻ വേണ്ടി പോകുക, വളരെ നൃത്തത്തോടെ മടങ്ങി വരാൻ വേണ്ടി പോകുക. ഇന്ന് പകൽക്കാലം ആ ദൂത് ഏറ്റെടുത്തു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് യേശുവിൻ നാമത്തിൽ ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക.